ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ഒരു സാധ്യത ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകിയതിനായി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ലിബോനെ കലമറുഷനെ കബിയാറാക്ക ലശിരബറ ഹദരെ കലബുറ ബസരെ ബാനി കരിയ. അല്പനേരം നമ്മൾ എല്ലാവരും ആത്മാവിൽ ആരാധിക്കാം. ലോ ഷിബാറി മലെ കറുബല ഹയാറ ബെതേസ്തോറ ഹൈബാനി കരി ലേഖാബാല ഹറബാല ബറ ഹേസെ ലിബദനെ കറബില ഹല മാഷാല റബാനി ബരികസെ ലിയ റബല കലമറബല സെരെരി ബറബബ ലേഹബഹാല ദേക്കരെ മലയൂറ സെരെ ഖറബല ഖബ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വീണ്ടും നൽകിയ ഒരു നല്ല അവസരം. ആ നല്ലൊരു അവസരത്തിനായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഈരടി ഗാനം പാടി നമുക്ക് ഈ സെക്ഷൻ ആരംഭിക്കാം. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം പാടുവാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് ഒരു പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പരിശുദ്ധാത്മാവിൽ ഒരു ഗാനം ആലപിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവ സ്നേഹം നിറയ്ക്കണേ. ഒരിക്കൽ കൂടി ഒന്ന് എല്ലാവരും ചേർന്ന് ആലപിച്ച് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനം ചിന്തി എന്നുള്ളിൽ ദൈവ ദൈവസ്നേഹം നിറയ്ക്കണേ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവമാണല്ലോ നമുക്ക് എല്ലാ ദിവസങ്ങളിലും അവസരങ്ങൾ നൽകുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമുക്കൊരിക്കലും ദൈവത്തിനോട് ചേർന്നിരിക്കാൻ അവസരം ഉണ്ടാക്കാൻ നമുക്ക് മാനുഷികമായി നമുക്ക് ആർക്കും കഴിയില്ല. 119 സങ്കീർത്തനം 89 തിരുവചനം. നമുക്ക് ആ വചനം നേറ്റിയല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ദൈവം നമുക്ക് നൽകുന്ന ഓരോ വചനവും എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. നമ്മുടെ ജീവിത അവസാനത്തിലും തുടർന്ന് നമ്മൾ പിതാവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ വിതയ്ക്കപ്പെട്ട വചനം സ്വർഗത്തിലായിരിക്കുമ്പോഴും അത് ജീവനുള്ളതായി നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് ആ ബന്ധം പുലർത്തുവാൻ വലിയൊരു സാധ്യതയാണ്. ഇത് അടുത്ത വചനം പറയാണ്, അങ്ങയുടെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവിടുന്ന് നിശ്ചയിച്ച പ്രകാരം ഇന്നും എല്ലാം നിലനിൽക്കുന്നു. എന്തെന്നാൽ സകലതും അങ്ങയെ സേവിക്കുന്നു. അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ച ദൈവവചനത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും, എല്ലാ പാപികൾക്കും എന്നതുപോലെ നീതിമാന്മാർക്കും വിശുദ്ധർക്കെല്ലാം സഹനങ്ങളും തീച്ചൂളകളും ഞെരുക്കങ്ങളും അപവാദങ്ങളും ശുശ്രൂഷയെ പ്രതിയുള്ള പീഡകളും അവരുടെ വിശുദ്ധ ജീവിതത്തെ നശിപ്പിക്കുന്ന സ്വാർത്ഥരും ജഡികരും ലൗകികരും പൈശാചികരുമായിട്ടുള്ളവരുടെ കടന്നുകയറ്റം മൂലമുണ്ടാകുന്ന പേരും പ്രശസ്തിയും സൽപ്പേരുകൾ നഷ്ടമാക്കുന്ന അപവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടെന്ന് വരാം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബലഹീനത നിമിത്തം ചില തിന്മ നമ്മുടെ മേൽ ഭരണം നടത്തിയെന്ന് വരാം. എന്നാൽ ദൈവവചനം അകത്തുള്ളവൻ കർത്താവിൽ ആനന്ദിക്കാനിടയാകും.
ഏത് സഹനത്തിന്റെ അവസരത്തിലും അകത്ത് വചനമുള്ളവന് അതൊരു അനുഭവം മാത്രമാണ്. ഒരു ഒരു തിയറി പഠിക്കുകയാണ് അവൻ ദൈവത്തിൽ നിന്ന്. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിത ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അപവാദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സുവിശേഷ വിരോധത്തിന്റെ നടുവിൽ ആയിരിക്കുമ്പോൾ, ശത്രുവിന്റെ പീഡനിമിത്തം ഞെരുങ്ങിപ്പോകുമ്പോഴും, കുരുക്കവന്റെ മേൽ വന്നു വീഴുമ്പോഴെല്ലാം വചനം അകത്തുള്ളവൻ ആനന്ദിക്കും. അതാണ് അവിടെ പറയുന്നത്, അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായി. വചനമില്ലാത്തവരുടെ ജീവിതത്തിൽ സഹനമുണ്ടായാൽ, ഞെരുക്കമുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ, പ്രതിസന്ധികൾ ഉണ്ടായാൽ, നന്മ ചെയ്തിട്ട് തിന്മ ഫലമുണ്ടായാൽ, അപവാദം പേരണ്ട വന്നാൽ, പരിഹസിക്കപ്പെടാനിടയായാൽ, സൽപ്പേര് നഷ്ടപ്പെട്ടാൽ, ദൈവവചനമില്ലാത്തവർ അവർ എതിർക്കും, അവർ പെറുപെറുക്കും, പരാതിപ്പെടും. ചിലര് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലര് കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ചിലര് അവരുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും കർത്താവിനെ തേടി വരാത്തവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ പോലും ദൂഷിക്കാൻ അത് കാരണമായി തീരും. വചനമില്ലാത്തവരുടെ ജീവിതത്തിൽ സഹനം, അവൻ എത്ര വിശ്വസിച്ചാലും അകത്ത് വചനമില്ലെങ്കിൽ ആ നാളിൽ അവൻ കർത്താവിൽ നിന്ന് വളരെ അകന്നു പോകുവാൻ സാത്താൻ അവന്റെ മേൽ പ്രവർത്തിക്കുവാനിടയാകും. ദൈവം നമുക്ക് നൽകുന്ന വചനവുമായിട്ടുള്ള നല്ല അവസരങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. എല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ, എല്ലാം ദൈവം കൂട്ടിയൊരുക്കുന്നതല്ലേ. നമുക്കാർക്കും ദൈവത്തിന്റെ മുൻപിൽ വരാൻ കഴിയില്ല, ദൈവമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്കിൽ എന്ന് പറഞ്ഞാൽ വചനമാകുന്ന എന്റെ അടുക്കിൽ, അഥവാ വചനത്തിന്റെ മുൻപിൽ ദൈവപിതാവിന്റെ ഒരു പ്രത്യേക ക്ഷണനം, ഒരു പ്രത്യേക നിർബന്ധം, പിതാവിനാൽ നയിക്കപ്പെട്ട്, പിതാവിനാൽ ഒരുക്കപ്പെട്ട്, പിതാവിനാൽ ആക്കി വെക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ തിരുവചന കേൾവിക്ക് മുമ്പിൽ നമ്മളെല്ലാവരും ദൈവം നിർത്തുകയാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ ഇരുന്നപ്പോൾ, ഇന്നത്തേക്ക് വേണ്ട ശുശ്രൂഷയ്ക്കായി ദൈവം എനിക്ക് വചനം അയച്ചു തന്നപ്പോൾ, ദൈവം എനിക്ക് വചനം കൈമാറിയപ്പോൾ ഞാൻ പൊട്ടിക്കരയാനിടയായി. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, വചനം അകത്തേക്ക് ഒരു ചെറിയൊരു വചനം അകത്ത് വന്ന് വീണാൽ അതിന് വലിയ റിസൾട്ട് അല്ലേ. അതല്ലേ യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. യെശയ്യാ പറയുന്നില്ലേ, ആകാശത്ത് നിന്ന് മഴ ഭൂമിയുടെ മേൽ വീണ് ചില മുളകൾ, സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നത് പോലെയാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന തിരുവചനം. അതിന് റിസൾട്ട് ഉണ്ട്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ വീണാൽ, ജനമധ്യേ വീണാൽ, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ എവിടെ സൂക്ഷിക്കുന്നു അവിടെ ദൈവം ഐക്യപ്പെട്ടൊരു വചനം വന്നു വീണാൽ അവിടെ ഭയങ്കര റിസൾട്ടുകളായിരിക്കും. ആ റിസൾട്ട് ഒരു നിശ്ചിത സമയത്ത് തീർന്നു പോകുന്നതല്ല, അത് തുടർന്നുകൊണ്ടിരിക്കും. അതാണ് അങ്ങനെയുള്ള വചനത്തിന്റെ പ്രത്യേകത. നമ്മൾ അവിടെ ഒരു ശുശ്രൂഷ നിർവഹിച്ചു പോയി എന്ന് വെച്ചോ, വർഷങ്ങൾ കഴിഞ്ഞാലും വിതയ്ക്കപ്പെട്ട, ദൈവത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ട ആ വചനത്തിന് ആ പ്രദേശത്ത്, ആ രാജ്യത്ത്, ആ പട്ടണത്തില് അവിടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ വന്നു വീണ വചനം അനേക ജീവിതങ്ങളിൽ മുള പൊട്ടി പുറപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നായിക്കപ്രമുള്ളച്ഛന്റെയും പനക്കലച്ഛന്റെയും ശുശ്രൂഷയുടെ ആരംഭ നാളിൽ അവരുടെ ഹൃദയത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവ് വഴി ഇട്ടുകൊടുക്കുന്ന ഒരു വചനം ഒരു പ്രദേശത്ത് വിതച്ച് അവര് പോയി. വർഷങ്ങൾക്ക് ശേഷവും അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാകുന്നു, അവിടെ ചെറിയ ചെറിയ ഏകദിന ധ്യാനങ്ങൾ ഉണ്ടാകുന്നു, അവിടെ ഉണർവുണ്ടാകുന്നു, അവിടെ വിശുദ്ധ ഗണം ഉണ്ടാകുന്നു, അവിടെ പാപികൾ, മദ്യപാനികൾ മദ്യത്തിൽ നിന്ന് മാറുന്നു, വ്യഭിചാരികൾ ആ തിന്മയിൽ നിന്ന് മാറി. അങ്ങനെ ഒരു ആത്മീയ അന്തരീക്ഷം പിൽക്കാലങ്ങളിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ട എത്രയോ സ്ഥലങ്ങൾ, അവിടെയൊക്കെ ഞാനും സന്ദർശിക്കാനൊക്കെ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അയക്കപ്പെടുന്ന വചനങ്ങളിലെല്ലാം 100% റിസൾട്ടുകളാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ വചനത്തോട് അങ്ങനെ ഒരു ദാഹം ഉണ്ടാകണം, അങ്ങനെ ഒരു ബന്ധമുണ്ടാകണം, അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ദൈവമായിട്ട് നമുക്കുണ്ടാകണം. ആ വചനത്തോട്, ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോഴും അത് ഹൃദയത്തിൽ, ദൈവത്തിന്റെ ഒരു വചനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ആ വചനം നമ്മുടെ മേൽ അനേക തലങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ പ്രതിസന്ധികളിൽ വചനം ജീവനുള്ളതായി പ്രവർത്തിക്കുന്നതായി എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വചനം ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് എന്നെ അവർ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ആക്കി, ലോക്കപ്പിലാക്കി, നാളെ അടുത്ത ഒരു 14 ദിവസം എന്നെ റിമാൻഡ് ചെയ്ത് അകത്തിടും എന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകൾ പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ, ഞാൻ ആ സ്റ്റേഷന്റെ അകത്ത് ഒരു സർക്കിൾ ഓഫീസിന്റെ അകത്ത് ബെഞ്ചിലിരിക്കുമ്പോൾ
എന്റെ അകത്ത് കിടന്ന വചനം എന്നോട് ഉരുവിടുകയാണ്. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ വചനം ഇങ്ങനെ പൊങ്ങി വന്ന് എന്നോട് സംസാരിച്ചു. എന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട ഏതോ കാലത്ത് വന്നു വീണ ആ വിത്ത് ജീവനുള്ളതായി അതെന്റെ കാതിൽ അകത്ത് കിടന്ന വചനം എന്റെ കാതിൽ വെളിയിൽ നിന്ന് ആരോ പറയുന്നത് പോലെ ഞാൻ ആ വചനം കേട്ടു. ഭയപ്പെടേണ്ട. തുടർന്ന് എന്നോട് പറഞ്ഞിങ്ങനെയാണ്, നീ ഒരു ഒപ്പ് മാത്രം, ഒരു സൈനിട്ട് ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരും. എന്നെ ഒരു ദിവസമെങ്കിലും ലോക്കപ്പിൽ ഇടാൻ എന്റെ പട്ടണത്തിലെ ചില ആളുകൾ വളരെയേറെ റിസ്ക് എടുത്തു നോക്കി. എന്നാൽ കർത്താവ് രാത്രിയുടെ യാമത്തിൽ ഒരു 11-11:30 ആയപ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഒരു മഹാ അത്ഭുതം ചെയ്ത് എന്നെ സർക്കിള് ഒരു കടലാസിൽ ഒരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് എന്നെ വെറുതെ വിട്ടു. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഒരു വചനം കിടന്നാൽ ആ വചനം നമ്മളെ ആപത്ത് നാളിൽ തിന്മയുടെ ശക്തികളുടെ നടുവിൽ, ഞാൻ ഒരിക്കൽ ഒരു യാത്രാവേളയിൽ ബൈക്ക് ഒരു ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു അമ്പലത്തിന്റെ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിൽ ശത്രുവിന്റെ നടുവിൽ വിരുന്നൊരുക്കുന്നവൻ എന്നൊരു വചനം ഇങ്ങനെ പൊങ്ങി വന്ന് എന്റെ വായിൽ ഭയങ്കര അന്യഭാഷകൾ വന്ന് വീണ് ഞാൻ ആ പ്രത്യേക ആ ഏരിയ കടക്കുന്നവരെയും ഭയങ്കര പ്രൊട്ടക്ഷൻ, ആ സംരക്ഷണത്തിന്റെ ഉള്ളിൽ ഞാൻ യാത്ര ചെയ്ത് ഞാൻ ഓർക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, അകത്ത് വചനം ദൈവം വിതച്ച് ദൈവം അയച്ച് കിടപ്പുണ്ടെങ്കിൽ ആ വചനം സമയങ്ങളിൽ അതാത് ആ ഏരിയകളിൽ, അതാത് നമുക്ക് ആവശ്യമുള്ള ഏരിയകളിൽ ആ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങും, പ്രവർത്തിക്കുന്ന. ഇങ്ങനെ എഴുന്നേറ്റൊരു വ്യക്തി എന്ന വണ്ണം ജീവനെടുത്ത് നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ദൈവം കാണിക്കും. അങ്ങനെ ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ തുടർമാനമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അല്പനേരം ഒന്ന് വായിച്ചു കേൾക്കാം. ആരെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ സഹോദരന്മാർ സോണി ബ്രദർ ലൈനിലുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഒത്തിരി നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തി സമറിയ ദേശത്ത് വലിയൊരു ഉണർവുണ്ടായ കാലത്തുണ്ടായ ഒരു സംഭവമാണ്. ഫിലിപ്പോസിന്റെ മിനിസ്ട്രിയിലൂടെ വെളിപ്പെട്ട ഉണർവിനെ കുറിച്ചുള്ള ആ ഒരു ഏരിയ, ആ സംഭവമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അതിന്റെ 1-2 പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സെക്ഷൻ നമ്മൾ കേൾക്കാം. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ അങ്ങനെ നയിക്കുന്നു, അങ്ങനെ പോകട്ടെ. ഹല്ലേലൂയ. വായിച്ചു 14 മുതലല്ലേ ബ്രദറെ? 14 മുതലാണോ? ഒരു 19 മുതൽ വായിച്ചാൽ മതി. 19 മുതൽ വായിച്ചാൽ മതി. അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ആരുടെ കൈവെപ്പ് വഴിയാ? അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി. അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിനെ കൈമാറുന്നു എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ മേൽ ഒന്നാമതായി ആത്മാവിന്റെ നിറവുണ്ടായിരുന്നു. ഒരു നിറവുള്ള വ്യക്തിയുടെ ശുശ്രൂഷയിലാണ് കവിഞ്ഞൊഴുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ ഒരു നിർബന്ധം പറഞ്ഞത്, മക്കളെ ഇത് നിറയണം, നിങ്ങളിത് പ്രാപിച്ച്. യോഹന്നാൻ 7:37 ഈശോ അത് നിർബന്ധിച്ച് പറയാണ്, നിങ്ങളിത് പ്രാപിച്ച് നിങ്ങളുടെ ഉള്ളിൽ ജീവജലം നിറയണം. നിറഞ്ഞ് ഈ നിറഞ്ഞാലും എത്ര നിറഞ്ഞാലും ഈ സ്വർഗീയ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത, എത്ര ഉള്ളവനും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും. അത് കർത്താവിന്റെ ഒരു ഒരു മഹനീയമായ, വർണ്ണിക്കാനാകാത്ത, അല്ലെങ്കിൽ അത്ര ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഉള്ളവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പ്രാപിക്കാൻ കൊതിയുള്ളവരുടെ മേൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നിറഞ്ഞ് സ്വാഭാവികമായും ന്യായമായും നിറഞ്ഞതിനെ നിർത്തേണ്ടതാണ്. എന്നാൽ ദൈവരാജ്യ സംബന്ധമായ എല്ലാ കാര്യവും ഒന്നാമതായി നിറയണം, രണ്ടാമതായി നിറഞ്ഞ് കവിയണം. നിറയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നിറയാതെ ആ വ്യക്തിയെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്, പിതാവിൽ നിന്നും ഉന്നതത്തിൽ നിന്നും നിങ്ങൾ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം, എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിറവിന് വേണ്ടി ഈശോ അവരുടെ മേൽ നിർബന്ധമാക്കിയത്. അതുപോലെ തന്നെ ഈശോ നിർബന്ധമാക്കിയ മറ്റൊരു കാര്യമാണ്, നിറഞ്ഞാലും ഈ പിതാവിൽ നിന്ന് ആത്മാവിനെ പകർന്ന് കൊടുത്തുകൊണ്ടിരിക്കും. നിറഞ്ഞ ഗ്ലാസ് കവിഞ്ഞ് വെളിയിലേക്ക് ഒഴുകി
അത് ദേശങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകും. ഈ ജീവജല നദിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നദി നമ്മളിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇതിന്റെ സോഴ്സ് കിടക്കുന്നത് സ്വർഗത്തിലാണ്. ഇതിന്റെ തുടക്കം സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മളിൽ തുടങ്ങി ഇത് കവിഞ്ഞൊഴുകുന്ന സ്ഥലത്തേക്ക് ഒരു വെള്ളം, ഒരു പുതുതായ ഒരു സ്ഥലത്തേക്ക് വീഴുമ്പോൾ ആ വെള്ളം, ഒരു തുള്ളി വെള്ളം വീണാൽ ആ തുള്ളി വെള്ളത്തിന്റെ അത്രയും ഏരിയയിൽ മാത്രമല്ല ഒരു നനവുണ്ടാവുക, ആ തുള്ളിയുടെ വലുപ്പത്തേക്കാൾ കൂടുതൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കവിയുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്ന വീഴുന്ന സ്ഥലത്ത് മാത്രമല്ല നനവ് വിദൂരങ്ങളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്ക് പരക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയാണ് കവിഞ്ഞൊഴുകുന്നവന്റെ മേലുള്ള ദൈവപ്രവൃത്തിയുടെ പ്രത്യേകത. അത് ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും അത് വിശാലമാകുവാൻ തുടങ്ങും. അങ്ങനെ നനവ് അത് രാജ്യങ്ങളിലേക്ക് എത്തപ്പെടും. അങ്ങനെ രാജ്യങ്ങളിലേക്ക് എത്തപ്പെടുന്ന നനവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകുന്ന ശുശ്രൂഷകനെ രാജ്യങ്ങൾക്കായി ദൈവം നിയോഗിക്കും. ചില ശുശ്രൂഷകരിൽ ചില പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് നനവുണ്ടാകുന്നത്. അവര് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഏരിയ മാത്രമാണ്. അവരൊരു സ്റ്റേറ്റിലായിരിക്കാം, ഒരു ജില്ലയിലായിരിക്കാം, ഒരു ഗ്രാമപ്രദേശത്തായിരിക്കാം. എന്നാൽ മറ്റു ചിലരുടെ മേൽ ഒഴുകുന്ന പ്രാപിക്കുന്ന അളവ് കവിഞ്ഞൊഴുകി അവർക്ക് കർത്താവിന്റെ മുൻപിലുള്ള ആ തീഷ്ണത, കവിഞ്ഞൊഴുകണം, ഇനിയും ആത്മാക്കളെ നേടണം എന്നൊക്കെ പറഞ്ഞുള്ള അവരുടെ ജ്വലിച്ച ഹൃദയം കാണുമ്പോൾ കവിഞ്ഞൊഴുക്ക് ഉണ്ടാകും. ആ കവിഞ്ഞൊഴുക്കുണ്ടാകുമ്പോൾ അവരെ ദൈവം ആ ഏരിയകളിലെല്ലാം, അനേക വിദൂരങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, പാപികളിൽ, രോഗികളിൽ, പീഡിതരുടെ മേൽ, ബന്ധിതരുടെ മേൽ, അന്ധരുടെ മേൽ എല്ലാം ദൈവത്താൽ അവർ ഐക്യപ്പെടുവാനും നയിക്കപ്പെടുവാനും പ്രവർത്തിക്കുവാനൊക്കെ കാരണമായി തീരും. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ കവിഞ്ഞൊഴുക്കുണ്ടായ എവിടേക്കാണ് ആ നനഞ്ഞ് പരന്നിറങ്ങുന്നത്, അവിടേക്ക് നീ അറിയാതെ നയിക്കപ്പെടും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതാണ് നിർബന്ധമായും കവിഞ്ഞൊഴുക്കുണ്ടാകണമെന്ന് പറഞ്ഞത്. അങ്ങനെ കവിഞ്ഞൊഴുകി കഴിഞ്ഞാൽ ആദ്യം അത് നനഞ്ഞാണ് മാറുക. പിന്നെ കവിഞ്ഞൊഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വെള്ളം ഒഴുകുന്ന ഒരു അനുഭവം ഉണ്ടാകും. വീണ്ടും ഇങ്ങനെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ജലത്തിന്റെ ഒരു നദിയായി, ഒരു ചെറിയ അരുവിയായി അത് മാറുവാൻ തുടങ്ങും. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന, എൻ്റെ വീടിന്റെ തൊട്ടു പിറകിൽ ഒരു ചെറിയ തോടുണ്ട്. ഞങ്ങളുടെ മലബാറിൽ തോട് എന്ന് പറയും. അങ്ങനെ ഒരു തോടുണ്ട്. ആ തോട് ഒരു മലയോര പ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്നതാണ്. ആ മലയോര പ്രദേശത്ത് നിന്ന് വേനൽക്കാലമാകുമ്പോൾ അവിടെ വെള്ളം കുറഞ്ഞു വരുമ്പോൾ ഈ തോട്ടിലെല്ലാം വളരെ വെള്ളം കുറയും. എന്നാൽ മഴക്കാലത്ത് അവിടെ നല്ല ഉറവയുണ്ടാകുമ്പോൾ, കുന്നിൻ ചെരുവിൽ ഉറവയുണ്ടാകുമ്പോൾ ആ ഉറവയുടെ വലിപ്പത്തിൽ നിന്ന് നല്ല നിലയിൽ വെള്ളം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ തോട്ടിൽ നല്ല നിലയിൽ, നല്ല ഒഴുക്കോടുകൂടി, നല്ല ഫോഴ്സോടുകൂടി ആ വെള്ളം ഒഴുകുന്നത് കാണാനിടയാകും. എന്റെ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് പ്രാപിക്കുന്നതിനനുസരിച്ചാണ് തീഷ്ണത വെളിപ്പെടുന്നത്, അഭിഷേകം വെളിപ്പെടുന്നത്, പ്രവൃത്തി വെളിപ്പെടുന്നത്, യാത്രയ്ക്കായി നിയോഗിക്കപ്പെടുന്നത്, ശുശ്രൂഷ പദവി അലങ്കരിക്കപ്പെടുന്നത്, എല്ലാം സംഭവിക്കുന്നത് നിറവിലാണ്. നിറവില്ലാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല. വിളിയുണ്ട് പോരാ, പദവിയുണ്ട് പോരാ, അറിവുണ്ട് അതും പോരാ, കവിഞ്ഞൊഴുക്കുണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ മറ്റൊരവസരത്തിൽ ലൂക്ക 11:12-13 ഈശോ മറ്റൊരു നിർബന്ധം പറഞ്ഞത്, ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ഈ കവിഞ്ഞൊഴുക്കിന്റെ ജീവജലമായ പരിശുദ്ധ റൂഹായെ, റൂഹായെ ദൈവം തരാതിരിക്കുമോ? തരികയില്ലേ? ചോദിക്ക് എന്നൊരു നിർബന്ധം ഈശോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ ആരംഭത്തിൽ നമ്മുടെ അകത്തും ഈ കവിഞ്ഞൊഴുകാനുള്ള നിർബന്ധത്തിന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഈ അഭിഷേകം കവിഞ്ഞൊഴുകും. ഉള്ളവന്റെ മേലാണ്, പുതപ്പുള്ളവനാണ് കുളിരുള്ളവനെ പുതപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ആത്മാവുള്ളവന് ആത്മാവില്ലാത്തവന്റെ മേൽ പകരുവാൻ സാധിക്കും. ആത്മാവുള്ളവനാണ് ആത്മാവില്ലാത്തവന്റെ മേൽ ശുശ്രൂഷ ഇരിക്കുന്നത്. ആത്മാവുള്ളവനാണ് പാപികളുടെ കൂട്ടത്തിന്റെ നടുവിൽ ഒരു ശുശ്രൂഷ, ഇവരുടെ വിരുന്ന് ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ആത്മാവുള്ളവനാണ് ദൈവപ്രവൃത്തിയുടെ ദൈവപ്രവൃത്തിയുടെ ഉപകരണം. ആത്മാവുള്ളവന്റെ മേലാണ് ദൈവം തന്റെ പ്രവൃത്തി എല്ലാ കാലത്തും അയക്കുകയുള്ളൂ. ആത്മാവുള്ളവന്റെ മേൽ മാത്രമാണ് ദൈവത്തിന് ഇടപെടാൻ സാധിക്കുകയുള്ളൂ.
ദൈവം കോമണായി ഇടപെടുന്ന ഒരു തലമുണ്ട്, അല്ലാതെ വ്യക്തിപരമായി ഒരു സൗഹൃദത്തോടെ, ഒരു സുഹൃത്തിനോടെന്നതുപോലെ, ഒരു സ്നേഹിതനോടെന്നതുപോലെ ദൈവം നമ്മളോട് ഇടപെട്ട് സംസാരിച്ച് നമ്മളെ ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്ന ഒരു നിലയിലേക്കുള്ള ഒരു കവിഞ്ഞൊഴുക്കിന് വേണ്ടി ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശകരബിയ. എനിക്ക് എന്റെ മേൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകണം. എല്ലാവരും ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ച് എന്റെ പ്രിയമുള്ളവരെ, പത്രോസ് അവരുടെ മേൽ കൈകൾ വെക്കുന്നത് കണ്ടു. ആര് കണ്ടു? മന്ത്രവാദിയായ ശിമയോൻ കണ്ടു. ഹല്ലേലൂയ. അതിന്റെ 18 അവസാനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ മന്ത്രവാദിയായിരുന്ന ആ സമറിയ ദേശത്ത് വലിയ മാന്ത്രിക വിദ്യ കാണിച്ച് ആളുകളുടെ മേൽ വലിയ അധികാര ഭാവമൊക്കെ ധരിച്ച് നമ്മുടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക്കാരുടെ ഇടയിലുള്ള ദർശനം പറയുന്നവര്, ആ സന്ദേശങ്ങൾ പറയുന്നവരുടെ ഇടയിൽ, അവരുടെ ഇടയിലൊക്കെ ചില ഭാവം അങ്ങനെയൊക്കെ ബലഹീനത എനിക്ക് ഒരു കാലത്തുണ്ടായിരുന്നു. ദർശനമൊക്കെ നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു സംഭവം, ഒരു വലിയ ഭാവമൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ദർശനം കൊണ്ടൊന്നും സ്വർഗത്തിൽ കിടക്കില്ലെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചപ്പോൾ ദർശനമല്ല വലുത്, ദർശനം നൽകുന്ന ദൈവമാണ് വലുത് എന്നൊരു കൺസെപ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ ഒരു പക്വതയുണ്ടായി, ഒരു എളിമ നൽകപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, ഇതതുപോലെ ശിമയോൻ ഭയങ്കര സംഭവമായിരുന്നു, മന്ത്രവാദിനിയായ ശിമയോൻ. അങ്ങനെ ആ മന്ത്രവാദിയായ ശിമയോൻ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് വഴി നൽകപ്പെട്ടെന്ന് കണ്ടപ്പോൾ ശിമയോൻ അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? പറഞ്ഞു, ഞാൻ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ വ്യക്തി ചോദിക്കുന്നത് എന്താണെന്നൊന്നും അറിയാതെ ഈ വസ്തുവിന്റെ അല്ലെങ്കിൽ ഈ വന്ന പരിശുദ്ധാത്മാവിന്റെ, ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെ അവന്റെ മാനുഷിക ബുദ്ധിയിൽ ഈ ദൈവാത്മാവിനെ അവൻ ലഘുവായി കാണുകയാണ്. എന്റെ പ്രിയമുള്ളവർ, വളരെ അപകടകരമായ ഒരു ഏരിയയാണത്. പരിശുദ്ധാത്മാവാകുന്ന തൃത്വൈക ദൈവത്തെ അതിന്റെ പൂർണ്ണ അളവിലും വലിപ്പത്തിലും സാധ്യതകളിലും അറിയാതെ പോകുന്നത് ഭയങ്കര ഒരു അബദ്ധമാണ് നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ ഇദ്ദേഹം ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവിടെ പറയാണ്. ഞാനും കൈവെക്കുമ്പോൾ ഈ പകർച്ച ഉണ്ടാകുന്ന വിധത്തിൽ എനിക്ക് ഈ പ്രവൃത്തി, ഈ ശുശ്രൂഷ ചെയ്യാൻ പരിശുദ്ധാത്മാവിന് തരണം. പരിശുദ്ധാത്മാവിന് എനിക്ക് വേണം, എന്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് നിറയണം. അങ്ങനെ ഒരു ദാഹമല്ല ആൾക്കുണ്ടായത് താൻ നാട്ടിലൊരു മന്ത്രവാദിയാണ്, വലിയ ആളുകളുടെ മേൽ വലിയൊരു ഭാവമൊക്കെ ഉണ്ടായിരുന്ന ആളാ. അതേ ഭാവം, അതേ തലക്കരത്തിൽ, അതേ ആ ഒരു ഹയർ ലെവലിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള നല്ലൊരു സാധ്യതയുടെ സോഴ്സ് ആണ് ഇതെന്ന് കണ്ടെത്തിയിട്ടാണ് ആള് പറയുന്നത്, എനിക്ക് ഇതുപോലെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ. എന്റെ പ്രിയമുള്ളവര്, വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യമാനം കലർന്ന ശുശ്രൂഷ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് ആ ശുശ്രൂഷകൻ, ആ വൈദികൻ യാത്ര തുടരുന്നത് ഏതോ ഒരു അപകടത്തിലേക്കാണ്. മനുഷ്യപ്രീതി, താനെന്തോ വലിയ ധ്യാനഗുരുവാണ്, താനെന്തോ വലിയൊരു വചനപ്രഘോഷകനാണ്, താനെന്തോ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ദൈവ മനുഷ്യനാണ് എന്ന ഭാവത്തിൽ യാത്ര തുടരുന്നവരെ സംബന്ധിച്ച് അവരുടെ മുൻപിൽ ഒരു വലിയ അധോഗർത്തം, ഒരു എന്താ പറയാ, ഒരു ഒരു ഡേഞ്ചർ ഏരിയയിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. അവർ പോകുന്ന ഒരു കെണിയിലേക്കാണ്, ഒരു വലിയ ഗർത്തത്തിലേക്കാണ് അവരുടെ യാത്ര. എന്റെ പ്രിയമുള്ളവരെ, വളരെ അപകടം നിറഞ്ഞൊരു ഏരിയയിലാണ് അങ്ങനെയുള്ള ശുശ്രൂഷ ജീവിതം നയിക്കുന്നവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യപ്രീതിക്ക് വേണ്ടി ആരും ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെ ശൂന്യവൽക്കരിച്ച് എളിമയോടെ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ, ആ ബോധ്യം ലഭിച്ചാൽ, ആ തീഷ്ണതയും തീവ്രതയും ഉണ്ടായാൽ, ഞാൻ പറയും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് സ്വർഗരാജ്യം. അതുകൊണ്ടാ അപ്പോസ്തലൻ പഠിപ്പിച്ചത്, നീതിമാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലന്റെ ആ പ്രബോധനം എത്ര ഉന്നതമാണ്. നീതിമാൻ കഷ്ടിച്ചല്ലേ രക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. എന്തൊക്കെ ഉണ്ടായിട്ടും നിത്യതയിൽ കടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യം. ഹല്ലേലൂയ.
മനുഷ്യർ പൊക്കിയാലും ഉയർത്തിയാലും താഴ്ത്തിയാലും നിത്യതയ്ക്ക് ഞാൻ അവകാശിയാകുന്നില്ലെങ്കിൽ എന്ത് മേന്മ, എന്ത് ഗുണം, എന്ത് പ്രയോജനം? ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ആ വ്യക്തി പറയാണ്, എനിക്ക് വലിയൊരു സംഭവമായി നിൽക്കണം. ആരെങ്കിലും ഇത് കേൾക്കുന്നവരിൽ നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു സംഭവമാണോ? ഹലോ, ഏതോ ഒരു അപകടത്തിന്റെ ശിഖരത്തിലാണ് ഇരിക്കുന്നത്. ആ കർത്താവ് ആ ശിഖരം മുറിക്കും, അന്ന് നിലം പറ്റ വീഴും. അനേക വിശുദ്ധര്, അനേക ശുശ്രൂഷകർ, അനേകർ ദൈവരാജ്യത്തിൽ നിന്നു, മുൻനിരയിൽ വന്നു. എന്നാൽ വീണു പോയതിന്റെ പല കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്: എന്തൊക്കെയോ ആണ്. ഞാൻ അതിന്റെ ഡയറക്ടറാണ്, ഞാൻ അതിന്റെ ലീഡറാണ്, ഞാനാണ് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നത്, ഞാനാണ് ഇതിന്റെയൊക്കെ വലിയ ടോപ്പ് ആൻഡ് ടോപ്പ്. ഹല്ലേലൂയ. ഞാനാണ്, എന്റെ കയ്യിലാണ് ഇതിന്റെ അധികാരം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ആരൊക്കെ എന്തൊക്കെ ദൈവം ഏൽപ്പിച്ചാൽ അതൊക്കെ ശൂന്യവൽക്കരിക്കപ്പെട്ട മനോഭാവം ധരിച്ച് ആര് ദൈവരാജ്യത്തിൽ നിലകൊള്ളുന്നു അവർക്കുള്ള രാജ്യമാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അതൊരു പക്ഷേ സഭയിലെ ശ്രേഷ്ഠന്മാരായിരിക്കാം, സഭയിലെ ബഹുമാനപ്പെട്ട സമർപ്പിതരായിരിക്കാം, പുരോഹിതരായിരിക്കാം. അവരെല്ലാവരും എന്റെ പ്രിയമുള്ളവര് ദൈവം ഏൽപ്പിക്കുന്ന ഒരു കസേരയിൽ, ദൈവം ഏൽപ്പിക്കുന്ന ഇടയന്റെ വടിയിൽ ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ, ഏൽപ്പിക്കപ്പെട്ട പദവി, അലങ്കരിക്കപ്പെടുന്ന തിരുവസ്ത്രം ഏതാണോ ധരിച്ചത്, ഏതാണോ ഏൽപ്പിച്ചത്, എവിടെയാണോ ഇരുത്തിയിരിക്കുന്നത്, അതെല്ലാം ശൂന്യവൽക്കരിച്ചുകൊണ്ട് വേണ്ടെന്ന് വെച്ചുകൊണ്ടുള്ള ദാസഭാവം. ഞാൻ ഒരിക്കലും ഒരു പിതാവിനെ ഈ ഇടുക്കി ജില്ലയിൽ ഒരു കാടിന്റെ പ്രദേശത്ത് ഒരിക്കൽ കാണുവാനിടയായി. അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഒരു കാവ്യ വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞ് ഗ്രഹത്തിൽ ഞാനും മറ്റൊരു പിതാവും കൂടി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്ന് മൗനവ്രതത്തിന്റെ കാലമായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് അല്പം തേനും 2 കഷ്ണം ബ്രെഡും തന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദർശനം കാണുകയാണ്. അത് ഞാൻ ലൈവായിട്ട് കാണുകയാണ്. കർത്താവിന്റെ ഒരു ദൂതൻ വന്ന് അദ്ദേഹത്തെ സഹായിക്കുന്നു. അങ്ങനെ ശൂന്യവൽക്കരിക്കപ്പെട്ട ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സഭാശ്രേഷ്ഠന്മാരെ, അങ്ങനെയുള്ള പുരോഹിതന്മാരെ, അങ്ങനെയുള്ള സമർപ്പിത ജീവിതങ്ങളെ, അങ്ങനെയുള്ള സുവിശേഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ബ്രദേഴ്സിനെ കൈകാര്യം, അവർക്ക് വേണ്ടി മിനിസ്റ്റർ ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ കർത്താവ് അയക്കപ്പെടുന്ന ദൂതഗണങ്ങളുണ്ട്. ഹല്ലേലൂയ. ഉള്ളവരെ, ദൈവമാണ് എല്ലാത്തിനെയും നിയോഗിക്കുന്നത്, എല്ലാത്തിനും വേണ്ടി നിയോഗിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തെ മറന്ന്, അതല്ലേ ഒരിക്കലൊരു പാട്ടുകാരൻ പാടിയില്ലേ, തലയെ മറന്നു പോയാൽ ഉടലിന് വിലയില്ലല്ലോ, സഭയോട് മറുതലിച്ചാൽ ഉടലിന് വിലയില്ലല്ലോ എന്നൊരു പാട്ട് ഞാൻ അതൊരിക്കലും ഒരു പാട്ട് കേൾക്കാനിടയായി. ദൈവം ഏൽപ്പിച്ച കസേര വലുതല്ല, ദൈവമാണ് വലുത്. ആ ദൈവം ഉടുപ്പിച്ച വസ്ത്രം വലുതല്ല, ദൈവമാണ് വലുത്. ദൈവം ഏൽപ്പിച്ച ബ്രദർ എന്ന സ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും പദവികളോ ഏതെങ്കിലും മാനങ്ങളോ കിടപ്പുണ്ടെങ്കിൽ അതല്ല വലുത്, ദൈവമാണ് വലുത്. അത് ഏൽപ്പിച്ചത് ദൈവമാണ്. അതാണ് ദാവീദിന് പറയാനുള്ളത്. ദാവീദിന്റെ ഭാര്യ സോളമന്റെ മകൾ മീഖേലിനോട് ദാവീദ് പറഞ്ഞു, ഞാൻ പണ്ട് ആടിന്റെ മൂത്രം മണക്കുന്നവനായിരുന്നു, എനിക്ക് ആടുമായിട്ടായിരുന്നു ബന്ധം. രാജ പദവിയോ രാജ്യ കോലാഹലങ്ങളോ രാജ്യവസ്ത്രങ്ങളോ രാജാവിന്റെ ഉടുപ്പോ രാജാവിന്റെ ഇരിപ്പിടമോ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു കാലം എന്റെ പിന്നാമ്പുറത്തുണ്ട്. അവിടെ നിന്ന് എന്നെ പൊക്കിക്കൊണ്ടുവന്ന് രാജകീയ പദവിയിൽ ഇരുത്തിയത് എന്റെ ദൈവമാണ്. അതുകൊണ്ട് രാജ്യ പദവിയല്ല എന്റെ മുൻപിലെ വിഷയം, എന്റെ ദൈവമാണ് എന്റെ വിഷയം. അതുകൊണ്ട് എന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതിലും എന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെടുന്ന വിധത്തിൽ, ആരാലും ബലമതിക്കാനാകാത്ത, ലജ്ജയില്ലാതെ സ്തുതിക്കാൻ ഞാൻ കടപ്പെട്ടവനാണെന്ന് ദാവീദ് പറഞ്ഞതുപോലെ, ആർക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ വിശുദ്ധ ജീവിതം, ശുശ്രൂഷ ജീവിതം, സഭാ ശുശ്രൂഷകൾ ആർക്ക് ലീഡ് ചെയ്യാൻ പറ്റുമോ അവരുടെ മേൽ സ്വർഗം എന്നും കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അവരുടെ കർത്താവ് തന്റെ ദൂതന്മാരെ അകമ്പടിയായി നിർത്തി. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ,
ശിമിയോൻ പറയാണ് എനിക്കും ഇത് ചെയ്യണം. ഹല്ലേലൂയ. എന്താണ് അവൻ ചെയ്യാൻ ആഗ്രഹിച്ചത്? എന്തൊരു കാര്യമാണ് ചോദിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. ആ അപ്പോസ്തല പ്രവൃത്തി 1:25 യൂദാസ് വെച്ചേച്ചു പോയ അപ്പോസ്തല സ്ഥാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ പറയാണ് അപ്പോസ്തല സ്ഥാനം അത് വലിയൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിലൂടെ അലങ്കരിക്കപ്പെടുന്ന അഭിഷേക ശുശ്രൂഷയുടെ ഒരു വെറൈറ്റി സെക്ഷനാണ് ഈ ശിമിയോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറുതായി കാണുന്ന ഒരു സാധാരണ നിലയിലുള്ള എന്തോ ആണെന്നുള്ള ഭാവത്തിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനെ ചെറുതായി കാണുന്ന പൈശാചിക അശുദ്ധാത്മാക്കളുണ്ട്. അതൊരു ദൈവ ശുശ്രൂഷകളിൽ പ്രവേശിച്ചാൽ, ഒരു ദൈവ വിശ്വാസിയിൽ പ്രവേശിച്ചാൽ, ഒരു പ്രാർത്ഥനക്കാരിൽ പ്രവേശിച്ചാൽ ആ ഇനത്തിൽപ്പെട്ട അശുദ്ധാത്മാക്കളുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തെ ചെറുതായി കാണുന്ന, ദൈവത്തിന്റെ മഹാകാര്യങ്ങളെ ചെറുതായി കാണുന്ന, വളരെ ചെറുതായി കാണുന്ന, സാധാരണ പോലെയായി കാണുന്ന അശുദ്ധാത്മാക്കൾ ഒരാളിൽ പ്രവേശിച്ചാൽ അവനെ അങ്ങനെ ഒരു റേഞ്ചിൽ മാത്രമേ നിർത്തുകയുള്ളൂ. അവൻ പ്രസംഗിക്കുന്നവനായിരിക്കാം, പ്രവചിക്കുന്നവനായിരിക്കാം, നല്ല രോഗശാന്തി വരമുള്ളവനായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ അവനൊരു പ്രത്യേക ലിമിറ്റിലേ വളർത്തുള്ളൂ. കാര്യം ഇവന്റെ കൂടെ ഈ പിശാചിരിപ്പുണ്ട്, ഈ അശുദ്ധാത്മാവുണ്ട്. അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധിയുടെ ആത്മാവ്, അതിവനെ ഈ ദൈവത്തിന്റെ മഹത്വത്തെ ലഘുവാക്കി കളയും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകനൊക്കെയാണ്, ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അൺക്ലീൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് ഇവനിൽ പ്രവേശിച്ചിട്ട് ഇവന്റെ ചിന്തയെ, ഇവന്റെ മൈൻഡിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ലടവേ, ഇങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ ഉള്ളിൽ പ്രവേശിച്ച് പ്രവർത്തിപ്പിച്ചിട്ട് അവന്റെ വിശുദ്ധ ജീവിതത്തിൽ ചെറിയ ചെറിയ അശുദ്ധി, ദൈവത്തിന് നമ്മളെ അറിയാൻ സാരമില്ലടവേ എന്നൊക്കെ പറഞ്ഞ് അവനെ സ്വാധീനിക്കും. അങ്ങനെ ഒരു ഇനം അശുദ്ധാത്മാവ് ഈ ശിമിയോന്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിമിയോൻ പോലും അറിയാതെ ഈ മഹാ ദൈവത്തിന്റെ മഹത്വത്തെ അവൻ വില കുറഞ്ഞ് കാണാനിടയായത്. വായിച്ചു അവൻ പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം എനിക്കും തരിക, എന്റെ ഉള്ളിൽ തരിക, ഞാൻ അതനുസരിച്ച് ജീവിക്കട്ടെ, എന്നെ ഈ ആത്മാവ് നയിക്കട്ടെ. അങ്ങനൊന്നും അല്ല അവന്റെ മുമ്പിൽ വന്നത്. കണ്ടോ? ഏത് വ്യവസ്ഥതയിലാണ് നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നത്? ഏത് വ്യവസ്ഥയിലാണ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? എന്താണ് ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു കാരണം? നിങ്ങളുടെ വികാരം എന്താണ്? നിങ്ങളുടെ മനോഭാവം എന്താണ്? എന്തിനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? കാൽവരി കുരിശിലൂടെ യാഗമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ കാൽവരി കുരിശിലൂടെയുള്ള മനുഷ്യന്റെ ആത്മാക്കളുടെ രക്ഷയുടെ വീണ്ടെടുപ്പിന്റെ ആ ഒരു സെക്ഷന് വേണ്ടിയിട്ടുള്ള ദാഹവും തീഷ്ണതയും തീവ്രതയും അഭിഷേകവും ദൈവശക്തി, ദൈവസാന്നിധ്യവും പരിശുദ്ധാത്മ നിറവുമാണോ നിന്നെ ഭരിക്കുന്നത്? അതോ ലോകത്തിലെ എന്തെങ്കിലും വസ്തുവോ പണമോ സാധ്യതകളോ മാനമോ അംഗീകാരമോ കയ്യടിയോ എന്താണ് നമ്മുടെ മേൽ ഭരണം നടത്തുന്നത്? ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്റെ പ്രിയം. എന്താണ് നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാനുള്ള വികാരം? എന്താണ് അതിന്റെ പിന്നിലെ ചേതോ വികാരം? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇത് കണ്ടറിഞ്ഞ പത്രോസ് പറയുന്ന ഒരു സംഭവം കേട്ടോണം. പത്രോസ് പറഞ്ഞു, ഇവൻ വലിയ വെള്ളിത്തുട്ടുകളൊക്കെയാണ് എന്താ പറയാ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, എത്ര കോടി വേണമെങ്കിലും തരാം, ഈ ശുശ്രൂഷ പദവി എനിക്ക് നൽകണമെന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം കേട്ടെ. പത്രോസ് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. പണം എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വസ്തുവകകളിൽ ഒരു ഏരിയയാണ് പണം. പിശാചിന്റെ ഒരു വസ്തുവാണ് വാസ്തവത്തിൽ പണം. പിശാചിന്റെ ലോകത്തിൽ പണം അവന്റെ തന്ത്രപ്രകാരം ഭൂമിയിൽ സജ്ജമായി കയറി വന്നതാണ് കാലത്തിന്റെ പൂർണ്ണതയിൽ. ഹല്ലേലൂയ. ദൈവത്തെ മാമോനെയും ഒരുപോലെ സേവിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ധനം, പണം വളരെ പ്രധാനപ്പെട്ട രീതിയാണ് പണം. ഹല്ലേലൂയ. ഈ പണം എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ ഒരു വസ്തു, അത് മാത്രമാണ് പണം. എന്താണ് ലോകത്തിന്റെ വസ്തുവിനെ? ഈ
ദൈവത്തിന്റെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന വരം ലഭിച്ചവർ ഇതിനെ അങ്ങ് വല്ലാതെ അങ്ങ് തള്ളിക്കളയാൻ കാരണം ഈ ലോകത്തിന്റെ ദേവനായി പിശാചാണ് ഇതിന്റെ ഉടമസ്ഥൻ. അതാണ് അതിന്റെ കാരണം. ഈ ലോകത്തിൽ പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഈ ലോകത്തിൽ എല്ലാ സംവിധാനവും ഈ ലോകത്തിന്റെ ദേവനായ പിശാചിന്റെ അധികാരത്തിന് കീഴിലായതുകൊണ്ട് രാജ്യങ്ങളുടെ നിയമം, രാജാക്കന്മാർ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ഈ ഭൂമിയിലെ സകല സൃഷ്ടികളും സൃഷ്ടങ്ങളും ആ സിസ്റ്റങ്ങളെല്ലാം ഇവനാണ് നിയന്ത്രിക്കുന്നതുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടില്ല കണ്ടു, തൊട്ടില്ല തൊട്ടു, അങ്ങനെയൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ അവന്റെ വസ്തു ഒന്നും അനാവശ്യമായി നമ്മുടെ ഉള്ളിൽ വരരുത്. ഈ ലോകം മുഴുവനും പിശാചിന്റെ അധികാരത്തിന് കീഴിലാണെന്ന യോഹന്നാൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്. അവന്റെ ശക്തി വലയത്തിലാണെന്ന് അതിന്റെ 5:18-19 എനിക്ക് തോന്നുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഈ ലോകം മുഴുവൻ പിശാചിന്റെ ശക്തി വലയത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇവൻ ഇതാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഞാനിത് ഇത്ര കോടി രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. കണ്ടോ, ലോകത്തിൻ്റെതായ ചപ്പും ചവറും ഒന്നും കൊടുത്താൽ ദൈവത്തിന്റെ ഈ മഹത്വമുള്ളതൊന്നും ആർക്കും ലഭിക്കില്ല. ഇത് ദാനമാ, ഇതൊരു കോള, ഇതൊരു വെളിയുടെ ഭാഗമാ ഈ കൈമാറ്റമല്ല. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വായിച്ച് പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. ഈശോ ഒരിക്കൽ ഇതേ പദം ഉപയോഗിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങനെ ഏൽപ്പിച്ചവരിൽ ആ നാശത്തിന്റെ പുത്രനല്ലാതെ മറ്റാരും നശിച്ചു പോയിട്ടില്ല. നാശത്തിന്റെ പുത്രൻ നശിക്കാനുള്ള കാരണം അവന്റെ മേൽ വെളിപ്പെട്ട ആത്മാവ് നാശത്തിന്റെ ആത്മാവാണ്. രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പരിശുദ്ധാത്മാവാകുന്ന ആത്മാവിനെയല്ല, നാശത്തിന്റെ ആത്മാവ്. അങ്ങനെ ഒരു ആത്മാവുണ്ട്, നാശത്തിന്റെ ആത്മാവ്. ആ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ നാശമുണ്ടാക്കും, ശുശ്രൂഷയിൽ നാശമുണ്ടാക്കും, ഭിന്നിപ്പുണ്ടാക്കും, വിഭാഗീയത കൊണ്ടുവരും, അസൂയ കൊണ്ടുവരും, കലഹം കൊണ്ടുവരും, ഏഷണി കൊണ്ടുവരും, ഇല്ലാത്തത് ഉണ്ടാക്കി പറയും. മാത്രമല്ല, ഞാനിപ്പോ ഒരു ചെറിയൊരു തെറ്റ് ചെയ്താൽ അതൊരു ഭയങ്കര തെറ്റായി ചിത്രീകരിച്ച് എന്റെ ശുശ്രൂഷ ജീവിതത്തെ തകർക്കുവാൻ, അതിനെ തരിപ്പണമാക്കുവാൻ, അതിനെ തടഞ്ഞു കളയുവാൻ, അതിനുവേണ്ടി എന്ത് ചെയ്യുവാൻ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവാണ് ആ ആത്മാവ്. ഹല്ലേലൂയ. നശിപ്പിക്കുന്ന ആത്മാവ്. ആ ആത്മാവ് ഒരാളിൽ പ്രവേശിച്ചാൽ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഞാൻ പറയുന്നത്, ആ ആത്മാവ് ഒരാളിൽ പ്രവേശിച്ചാൽ ആ വ്യക്തി സ്വയം നശിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും പലവിധമായ അശുദ്ധ പാപങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോകും. അങ്ങനെ ഒരു ആത്മാവിന്റെ ഒരു ഗണമാണ് ഈ മർക്കോസ് 5-ൽ പറയുന്ന ലഗ്യൂൻ ബാധിച്ചവനിൽ ആ ഒരു ഇനം ഉണ്ടായിരുന്നു. ആ ഇനം അവനെ തന്നെ ഉപദ്രവിക്കുമായിരുന്നു, സ്വയം നശിപ്പിക്കുമായിരുന്നു, സ്വയം ഉപദ്രവിക്കുക. ചിലരിങ്ങനെ ആ ആത്മാവ് പ്രവേശിച്ചാൽ ചിലരിങ്ങനെ സ്വയം ചങ്കത്തടിക്കുക, സ്വയം ആത്മഹത്യ ശ്രമം നടത്തുക, സ്വയം കൈ മുറിക്കുക, സ്വയം പീഡിപ്പിക്കുക. അങ്ങനെ സ്വയം പീഡിപ്പിക്കുന്ന, സ്വയം നശിപ്പിക്കുന്ന, പാത്രങ്ങൾ വലിച്ചെറിയുക, വീട്ടിൽ കലക്കമുണ്ടാക്കുക, അങ്ങനെ നശിപ്പിക്കുന്ന ഒരു ആത്മാവാണ് ആ ഇനത്തിൽപ്പെട്ടത്, നാശത്തിന്റെ ആത്മാവ്. അങ്ങനെ ഒരു ഇനമുണ്ട്. അതൊരു ശുശ്രൂഷയിൽ കയറി കൂടിയാൽ അവൻ കൂടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ മിനിസ്ട്രിയെ നശിപ്പിക്കും, ആ ധ്യാന ശുശ്രൂഷകളെ നശിപ്പിക്കും, ആ പ്രാർത്ഥന ഗ്രൂപ്പിനെ വികലമാക്കും, വിചിത്രമാക്കും, വിഘ്നമാക്കും. അത് അവിടെ എല്ലാം ആകെ പ്രശ്നമായിരിക്കും. അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ എന്റെ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ ആത്മാവുമായി ഞാനിങ്ങനെ കണക്ട് ആയിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഒരു കാഴ്ചയും ഞാൻ കണ്ടു. അതിങ്ങനെയാണ്, ആ കാഴ്ചയിലേക്കാണ് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. സമയം നിങ്ങൾ ആരും നോക്കേണ്ടതില്ല. നിങ്ങളെല്ലാവരും സജീവമായി ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഹല്ലേലൂയ. ഒരു ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, നല്ല ഒരു കുതിര, നല്ല വെള്ള കളറുള്ള ഒരു നല്ല കുതിര, കുതിച്ചു ചാടി നടക്കുന്ന ഒരു കുതിരയുടെ കാലിൽ ആരോ ചങ്ങലയല്ല, ഒരു ചണത്തിന്റെ പോലത്തെ കയറുകൊണ്ട് വരിച്ച് ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. കുതിര ഇങ്ങനെ തുള്ളിച്ചാടി കുതിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആ കുതിര ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തതാണ്, എനിക്കറിയാം കുതിക്കാൻ, ഞാനിപ്പൊ കുതിക്കും എന്നൊക്കെ കുതിര പറയുന്നുണ്ട്. പക്ഷെ കുതിരയ്ക്ക് കുതിക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടുകൊണ്ട് കൃത്യമായി കാണുകയാണ്, കുതിരയുടെ ഇടത്തെ കാലിൽ, പിറകിലെ കാലിൽ
ആ കെട്ട് കുരുങ്ങി കിടക്കുകയാണ്. കുതിക്കാൻ ശ്രമിക്കും. എന്നിട്ട് കുതിര ഈ കുറ്റിയോട് അടുത്ത് വരുമ്പോ കുറച്ച് ഈ കയറിന് കുറച്ച് നീളമുണ്ട്. അത് കുറ്റിയോട് അടുത്ത് വരുമ്പോ കുറച്ച് ലൂസായി ഉടനെ ഇങ്ങനെ കുതിര കുതിക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഞാൻ കുതിക്കുമെന്നുള്ള ഭാവത്തിൽ, ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്ന ഭാവത്തിൽ കുതിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുതിരയ്ക്ക് കുതിക്കാൻ പറ്റുന്നില്ല. കാരണം അതിന്റെ കാലിൽ വലിയൊരു കെട്ട് കിടക്കുകയാണ്. എനിക്ക് പരിശുദ്ധാത്മാവിൽ മനസ്സിലായി, ഇന്നൊരു ചില ശുശ്രൂഷകരുടെ വിശുദ്ധ ജീവിതത്തിന്റെ, സ്വകാര്യ ജീവിതത്തിന്റെ, വിശുദ്ധ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ കിടക്കുന്ന ചില കെട്ടുകളുടെ അതിന്റെ കയറിനെ കർത്താവ് നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ഡെലിവറി സംഭവിക്കുമെന്ന് എനിക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച്, എങ്ങനെ ദൈവം സമയം ചെലവഴിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അത് മുന്നോട്ട് പോട്ടെ. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നശിപ്പിക്കുന്ന ആത്മാവ്. അത് ഭയങ്കര ഒരു ആത്മാവ്, നശിപ്പിക്കുക. ആ ആത്മാവിൽ ഒരു കോപമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ നശിപ്പിക്കുക, സ്വയം നശിക്കുക. വസ്ത്രം വലിച്ചു കീറുക, മണ്ണെണ്ണ ഒഴിക്കുക, തീ കൊളുത്തുക, വെള്ളത്തിൽ ചാടുക, ആത്മഹത്യ ചെയ്യുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക, കലക്കമുണ്ടാക്കുക, ചെറിയ കാര്യങ്ങൾ ഭയങ്കര ഭിന്നത ഉണ്ടാക്കുക. ഒരു സ്വൈര്യം കൊടുക്കില്ല. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ, അങ്ങനെയുള്ള ഭാര്യമാർ, അങ്ങനെയുള്ള മക്കൾ, കുടുംബത്തിൽ ഒരു സ്വൈര്യം കൊടുക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന സ്വഭാവം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും എടുത്ത് ചാടി ഭീകരത ഉണ്ടാക്കുക, അവിടെ അസമാധാനം സൃഷ്ടിക്കുക, അത് നശിപ്പിക്കുക, സമാധാനം നശിപ്പിക്കുക. ദൈവ സമാധാനം ആ കുടുംബത്തിൽ നിന്നു പോവുക. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ് നശിപ്പിക്കുന്ന ആത്മാവ്, നാശത്തിന്റെ ആത്മാവ്. അങ്ങനെ ഒരു ഇനമുണ്ട്. അത് വളരെ വളരെ ഡേഞ്ചറുള്ള, അപകടകാരിയായ ഒരാത്മാവാണ്. ആ ആത്മാവിന്റെ വിടുതൽ ദൈവം നമുക്ക് ഇന്ന് വാങ്ങിച്ചു തരും. അയ്യോ, സമയം പോവുകയാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് സമയത്തെ നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേട്ടെ. പത്രോസ് പറയാണ്, എന്താ പറയുന്നേ? നിന്നോടുകൂടെ നശിക്കട്ടെ, എന്തെന്നാൽ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. അപ്പൊ അത് മറന്നുപോലെ ഈ നശിപ്പിക്കുന്ന ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ അനാവശ്യ മോഹം ഇവനെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇവനിങ്ങനെ ഭയങ്കരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണത്തിന്, ഒരു നല്ല സർവീസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷകനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവന്റെ ഉള്ളിൽ ഉടനെ വേറൊരു തലമാണ്, കർത്താവേ, ആ അഭിഷേകം എനിക്ക് ലഭിച്ച് എന്നെ വിശുദ്ധനാക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു, എനിക്ക് വേണ്ടി വിരുന്നൊരുക്കിയതിന് നന്ദി പറയുന്നു എന്നുള്ള തലം വരാതെ അവന്റെ ഉള്ളിൽ മറ്റൊരു വ്യാമോഹം ഉണ്ടാവുകയാണ്. എന്താണ് വ്യാമോഹം? എനിക്കിതുപോലെ പ്രസംഗിക്കണം, എനിക്കിതുപോലെ സർവീസ് ചെയ്യണം, എന്നിട്ടൊരു അടിച്ച് പൊളിച്ച് ഭയങ്കര സംഭവിക്കണം. ഇത് വ്യാമോഹം ഉണ്ടാക്കുക. എന്റെ പ്രിയമുള്ളവരെ, ശരിയായ നിലയിലുള്ള മോഹങ്ങളല്ലാത്ത അനാവശ്യ മോഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത സൃഷ്ടിക്കും ഈ നാശത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ. അതാണ് അതിൻ്റെ ഒരു ഭീകര. അവന്റെ മൈൻഡിന്, അവന്റെ ചിന്തകളെ എപ്പോഴും ഈ ആത്മാവാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് ഇങ്ങനെ അനാവശ്യ മോഹങ്ങൾ അവനെ കൊടുത്തുകൊണ്ടിരിക്കും. അവനൊരു വീട് കാണുമ്പോൾ എനിക്കിതുപോലത്തെ ഒരു വീട്, ഒരു കാറ് കാണുമ്പോൾ എനിക്കിതുപോലത്തെ ഒരെണ്ണം വേണം, എനിക്ക് ആ വീട് വേണം, എനിക്ക് ആ കാറ് വേണം, എനിക്ക് അങ്ങനെ ഒരു പെണ്ണ് വേണം, എനിക്ക് അങ്ങനെ എന്ത് വേണം, എനിക്ക് അങ്ങനെ പ്രസംഗിക്കണം, എനിക്കിതുപോലെ പ്രവചിക്കണം, എനിക്ക് അങ്ങനെ ആകണം, എനിക്കിങ്ങനെ അനാവശ്യമായ മോഹങ്ങൾ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോന്നല്ല ശുശ്രൂഷ പദവിയും കൃപാവരങ്ങളും നമ്മളിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നത്. അത് ദൈവത്തിന്റെ സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്താൽ സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ, അതുകൊണ്ട് അപ്പോസ്തലൻ പഠിപ്പിച്ചത് താഴ്മയോടെ ഇരിക്കുവിൻ, തക്ക സമയമുണ്ട്, അന്ന് നിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഉയർത്തും എന്നൊക്കെ പറയാനിടയായത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഈ മോഹത്തിന്റെ ആത്മാവ് വല്ലാതെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കും അനാവശ്യമായിട്ട്. എനിക്ക് ഭയങ്കര പ്രസംഗിക്കണം, നാളെ ഞായറാഴ്ചയാണ്, അതിനുവേണ്ടി വെച്ച് കീറുന്ന പ്രസംഗം. എന്നോട് ഒരു പുരോഹിതൻ എന്നോട് പറയാണ്, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവിന്റെ പുരോഹിതനെ, നിങ്ങൾക്കൊരിക്കലും നന്നായിട്ട് പ്രസംഗിക്കാൻ അതിന് വലിയ പരിശുദ്ധാത്മാഭിഷേകമൊന്നും വേണ്ട. അതിന് കുറച്ച് വചനമൊക്കെ പഠിച്ച് കുറച്ച് പ്രസംഗ ചാതുര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ പ്രസംഗ കോഴ്സുകളൊക്കെ ഉണ്ട്, പ്രസംഗിക്കാനുള്ള നല്ല അങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സെമിനാരിയിൽ വെച്ച് മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാറുണ്ടല്ലോ. ആ നല്ല ആശയങ്ങളൊക്കെ വെച്ച് നല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ഞാനൊരു ദേവാലയത്തിൽ പോയി, ആ പുരോഹിതൻ അവിടെ വിശുദ്ധ കുർബാനയുടെ മധ്യേ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം നന്നായിട്ട് പ്രസംഗിച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹം
ഏതോ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു, എന്തോ ഒരു ആട് ത്രീയിലോ അങ്ങനെ എന്തോ ഒരു സിനിമ, ആ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ട് ആ പ്രസംഗവും ആ സിനിമയുമായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്ത് വളരെ ഭംഗിയായ ഒരു പ്രസംഗം കാഴ്ചവെച്ചു. അങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം വേണമെന്നില്ല. കുറച്ച് വചനവും കുറച്ച് ഭൗതിക അറിവും കുറച്ച് എനിക്കറിയാവുന്ന ഒരു വൈദികൻ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കും പള്ളിയില്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഈ ഹിന്ദുക്കളുടെ ഏതെങ്കിലും പുസ്തകങ്ങളിലുള്ള ഏതെങ്കിലും കഥാപാത്രത്തെ അല്ലെങ്കിൽ ഈ ഖുറാനിലുള്ള കഥാപാത്രത്തെയൊക്കെ കൂടുതൽ ഇദ്ദേഹം ഈ പ്രസംഗവുമായിട്ട് കണക്ട് ചെയ്ത് അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് പുരോഹിതന്മാരുണ്ട്. അതുപോലെ തന്നെ നല്ല സുവിശേഷകരുണ്ട്. അങ്ങനെ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയും. അവർക്ക് മത്തായിൽ 5 എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പല കാര്യങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്ത് അവർ 1 മണിക്കൂറും 2 മണിക്കൂറും നന്നായിട്ട് പ്രസംഗിച്ച് അവരവരുടെ ടീയെ മേടിച്ച് അവർ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഉണ്ടാകാം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അനാവശ്യ മോഹങ്ങൾ സൃഷ്ടിക്കുന്ന, എനിക്കെന്തൊക്കെയോ ആകണമെന്ന് നമ്മളെ മേടമേൽ ഭരണം നടത്തുന്ന ഒരാത്മാവ് നമ്മളെ നയിക്കുന്നു എങ്കിൽ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരണം. അതിനെ ബന്ധിച്ച് ആ തിന്മയുടെ കെട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നമ്മുടെ മേലുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. എനിക്കതുപോലെ ആകണമെന്ന വ്യാമോഹമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഇദ്ദേഹം പത്രോസ് പറയാണ്, നിന്റെ വ്യാമോഹം നീ മോഹിച്ചു, നിനക്ക് അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല. ഈ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നിനക്ക് ഉണ്ടായിരിക്കില്ല. ഹല്ലേലൂയ. ദൈവ അഭിഷേകം ചെയ്യണമെങ്കിൽ നമ്മുടെ മോഹവും ചിന്തയൊക്കെ ദൈവത്തിന് മുമ്പിൽ വലിയൊരു കാര്യമാണ്. അത് യേശു ക്രിസ്തുവിന്റെ കാൽവരിക്ക് മഹത്വം കിട്ടുന്ന സർവീസ് ചെയ്യാനുള്ളതാണോ മോഹമെങ്കിൽ ദൈവം നിയോഗിക്കും, ഉപയോഗിക്കും, ഉയർത്തും, നിത്യതയിൽ അവകാശം തരും. ദൈവം ശ്രദ്ധയോട് നോക്കുന്ന കാര്യമാണ്. ഞാനിപ്പോ ഈ സർവീസ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ മുറിക്കകത്ത് മുട്ടുമടക്കി കരയാൻ തുടങ്ങി. ആ സമയത്ത് ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കർത്താവ് ഈ കുതിരയുടെ കാലിൽ നിന്ന് കയറഴിച്ചു കളയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആനന്ദമുണ്ടായി. എന്റെ കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തുറന്നു വിടാനുള്ള അഭിഷേകം ദൈവം ഇന്ന് അയക്കുന്നതിനായി ഞാൻ സന്തോഷിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം പറയാണ്, അപ്പോസ്തലൻ പത്രോസ് പറയാണ്, അതുകൊണ്ട് നിനക്ക് ഈ കാര്യത്തിൽ ഒരു അവകാശം ഉണ്ടായിരിക്കില്ല. അടുത്ത വചനം പറയാണ്, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയത്തിന്റെ ശുദ്ധത. ഞാൻ ഒരിക്കൽ ഒരു ധ്യാന സെന്ററിലായിരുന്നപ്പോൾ അവിടുത്തെ ഒരു ഡയറക്ടർ ഒരു ശുശ്രൂഷകനെ പുറത്താക്കുകയാണ്, ശുശ്രൂഷകനെ പറഞ്ഞു വിടുകയാണ്, ശുശ്രൂഷകന്റെ ശുശ്രൂഷയെ തടയുകയാണ്. അതിന് അങ്ങനെ എനിക്ക് ആ സംഭവം ഞാനുമായി ആ സംഭവത്തെ ബന്ധപ്പെടാനിടയായി. ഞാൻ ആ ഡയറക്ടറിനോട് പറഞ്ഞു, അച്ഛാ, ദയവ് ചെയ്ത് ആ വ്യക്തിയെ പുറത്താക്കരുത്. നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാം. അദ്ദേഹത്തിനെ കുറ്റം ആരോപിക്കാൻ നമുക്ക് എളുപ്പമാണ്. അദ്ദേഹത്തെ വളർത്തിയെടുക്കാൻ നമ്മൾക്ക് നിയോഗമുണ്ട്. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ ഡയറക്ടർ, നീ എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് മേലൊരു ഡയറക്ടർ ഉണ്ട്. അദ്ദേഹമാണ് നമ്മളെ ശരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മളെ ആ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന ഡയറക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഡയറക്ടർ ഉണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. തിരുത്തി കൊടുത്താൽ വളർന്നു വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അതല്ലാതെ അപവാദം പറയുകയോ തള്ളിക്കളയോ ചെയ്യാൻ ആർക്ക് സാധിക്കും? അതും ഒരു അൺക്ലീൻ സ്പിരിറ്റിന്റെ ഒരു ഏരിയ ആണത്. ഒന്ന് തിരുത്തി കൊടുത്താൽ അത് നന്നായിട്ട് വളർന്നു വരും. അതാണ് പത്രോസ് അപ്പോസ്തലന് അവനെ ഒന്ന് തിരുത്തേണ്ട കാര്യമില്ല. പത്രോസ് അപ്പോസ്തലൻ തള്ളിക്കളഞ്ഞാൽ മതി. ഒന്നും മിണ്ടാണ്ട് നീ നിന്റെ പണി നോക്ക് സഹോദരാ, നീയൊക്കെ പിശാചിന്റെ സന്ധിതിയാണെന്ന് പറഞ്ഞിട്ട് വിട്ടാ മതിയാണ്. പക്ഷെ അദ്ദേഹം തിരുത്തി കൊടുക്കുന്ന ഒരു പ്രവണതയാണ് തുടർന്നുള്ള വാക്കുകളിൽ. എനിക്ക് കുറച്ചു മുമ്പ് ദൈവം വെളിപ്പെടുത്തി തന്നതാണ് ഈ വിഷയം. അതാണ് അതിന്റെ ഒരു രഹസ്യം.
കുറച്ചു മുമ്പ്, അടുത്ത ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ മുമ്പ് എനിക്ക് ദൈവം കാണിച്ച് പഠിപ്പിച്ചു തന്ന ഒരു വിഷയമാണ് ഞാൻ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അതിനാൽ നിന്റെ ഈ ദുഷ്ടഹൃദയത്തെ കുറിച്ച് നീ അനുതപിക്കണം. അങ്ങനെ അനുതപിച്ചാൽ കർത്താവിന് നിന്റെ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥന കേൾക്കുകയും ഒരുപക്ഷെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും, ശുശ്രൂഷ ലഭിക്കും എന്നല്ല പറഞ്ഞേ. നിന്റെ ഈ ബന്ധനത്തിൽ നിന്ന് ഒരുപക്ഷെ നിനക്ക് മോചനം കിട്ടാനുള്ള ഒരു സാധ്യത പറഞ്ഞ് അദ്ദേഹത്തെ പത്രോസ് അപ്പോസ്തലൻ തിരുത്തി തള്ളിക്കളഞ്ഞില്ല. ഒന്ന് തിരുത്തി കൊടുക്കാനുള്ള മനസ്സ് പത്രോസ് അപ്പോസ്തലനുണ്ടായി. പിൽക്കാലത്ത് ഈ മന്ത്രവാദിയായിരുന്ന ഈ വിഡ്ഢിത്തരമൊക്കെ വിളിച്ചു പറഞ്ഞ ശിമിയോൻ ദൈവരാജ്യത്തിന്റെ സഭയുടെ വളരെ ശക്തനായ ഒരു ദൈവമനുഷ്യനായി തീർന്നത്രേ. ഹല്ലേലൂയ. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദൈവം വെളിപ്പെടുത്തിയ ഈ ഒരു കാര്യം. എന്താണ്? ഒന്ന് തിരുത്തി വളർത്തിയിരുന്നെങ്കിൽ ആ ശുശ്രൂഷ നടപ്പതിച്ചു പോവുകയില്ലായിരുന്നു. പഴയ നിയമത്തിൽ ഇതേ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മളെ ജെറോബോവാം രാജാവിന്റെ കാലത്ത് ജെറോബോവാം തന്റെ ദേശങ്ങളിലെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇസ്രായേലിലെ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായി താൻ ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ, കാളക്കുട്ടിയെ ജനം ആരാധിച്ച് തന്റെ കീഴിൽ ജനം നിൽക്കണമെന്നുള്ള അവന്റെ കുബുദ്ധി കൊണ്ട് അവൻ ഉണ്ടാക്കിയ ആ പൈശാചിക ആരാധനയ്ക്കെതിരായി യൂദായിൽ ഉണ്ടായിരുന്ന ഒരു പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ നിയോഗവും പ്രവചനവും ശുശ്രൂഷയും കൈമാറി അദ്ദേഹം വന്ന് ഈ ജെറോബാവന്റെ മേലുള്ള ഈ പൈശാചിക ബന്ധനത്തെ, ആ പൗരോഹിത്യം നടന്നുകൊണ്ടിരിക്കുന്ന, ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന ആ ബലിവേദിയിലേക്ക് ചെന്ന് ആ പുരോഹിതർ അർപ്പിക്കുന്ന ആ യാഗപീഠത്തെ, ദൈവത്തിന്റെ അധികാരത്തെ തകർക്കുന്ന ഒരു മിനിസ്റ്റർ നടക്കുന്ന ഒരു സംഭവമുണ്ട്. അത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ, നിങ്ങൾ ആരെങ്കിലും സോണി ബ്രദറിന്റെ വേഗത്തിൽ വചനം എടുത്ത് 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. ഇതാ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാനിത് നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഈ ജെറോബോവാം രാജാവിനെതിരെ യൂദായിൽ നിന്ന് വന്ന പ്രവാചകൻ ശക്തമായി പ്രവചിച്ച് ആ ദൈവത്തിന്റെ ദാസന്റെ, ഈ പ്രവാചകന്റെ പ്രവചനത്തിൽ കോപിഷ്ഠനായി ഈ ജെറോബോവാം കയറി ഈ പ്രവാചകന്റെ വസ്ത്രത്തെ കയറി പിടിക്കുന്ന ഒരു സംഭവം. നിങ്ങളിത് വായിച്ച ആ വചനം എന്നെടുത്തേ ബ്രദറെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 13-ന്റെ അതിന്റെ 3 മുതൽ ഞാൻ വേഗത്തിൽ നിന്ന് വായിക്കാം. ബ്രദർ ഞാൻ പറഞ്ഞതിന്റെ വാക്യം വായിച്ചാൽ മതി. അന്ന് തന്നെ ഒരു അടയാളം കാണിച്ചുകൊണ്ട് പ്രവാചകൻ തുടർന്നു, കർത്താവാണ് സംസാരിച്ചത് എന്നതിന്റെ അടയാളം ഇതാണ്. ഇതാ, ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ഇത് പ്രവചിച്ച ഉടനെ തന്നെ ഈ പ്രവാചകനായ ഈ യൂദായിൽ നിന്ന് വന്ന പ്രവാചകൻ, യൂദായിൽ ഒത്തിരി നല്ല വിശുദ്ധ പ്രവാചകന്മാരുണ്ടായിരുന്നു, വലിയ കാര്യമാണ്, പഠിക്കണം. ആ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ സമർപ്പണമുള്ള ഒരു പ്രവാചകനെയാണ് ദൈവം അയച്ചിരിക്കുന്നത്. ആ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ 4-ാം തിരുവചനം വായിച്ചേ. ദൈവപുരുഷൻ ബഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവാം പീഠത്തിനരികെ നിന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. കണ്ടോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു പ്രവാചകൻ തന്റെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ കഴിവുള്ള സാധ്യതയുള്ള രാജാവായ ജെറോബോവാം കൽപ്പിക്കുകയാണ്, അവനെ പിടിക്കണ എന്ന് പറഞ്ഞ് ഒരൊറ്റപ്പെടുത്തമാണ്. ജെറോബോവാം അടക്കം കയറി പിടിച്ച് പ്രവാചകന്റെ പ്രവചന അഭിഷേകത്തെ വില കുറച്ച് കയറി പിടിക്കരുത്. അങ്ങനെ പിടിച്ചാൽ പെനാൽറ്റി വരും. ബാലയൂദയായിൽ നിന്നും ദൈവത്തിന്റെ വാഗ്ദാന പേടകം, ദൈവസാന്നിധ്യം വഹിക്കുന്ന വാഗ്ദാന പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാള വരേണ്ടത് നിമിത്തം നമ്മുടെ സഹോദരൻ ഊസ കൈനീട്ടി കാളവണ്ടിയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാന പേടകത്തെ കയറി യോഗ്യതയില്ലാതെ കയറി പിടിച്ചപ്പോൾ ഉസായുടെ മേൽ ദൈവകോപമുണ്ടായി, അവൻ മരിച്ചു വീണു. ദൈവ ശുശ്രൂഷയുടെ മുൻപിൽ ദൈവത്തിന്റെ അഭിഷേകം കൈകാര്യം ചെയ്യുന്ന സ്ഥലമോ വസ്തുവോ വ്യക്തിയുടെ മേലോ അനാവശ്യ കടന്നുകയറ്റം അത് നന്മയ്ക്കായി ഭവിക്കുകയില്ല, അത് നാശത്തിലായി തീരും. ഒരു ദൈവത്തിന്റെ അഭിഷക്തനെ, ഒരു ദൈവത്തിന്റെ ഒറിജിനലെ, ഞാൻ ഈ പറയുന്നതെല്ലാമോ ദൈവത്തിന്റെ ഒറിജിനലെ കുറിച്ചാണ്. അതാണ് ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞത്.
നിങ്ങൾ എന്റെ ഒറിജിനലാണ്, നിങ്ങൾ എന്റെ കൃഷ്ണമണിയാണ്. നിങ്ങളെ ആരെങ്കിലും തൊട്ടാൽ ഞാൻ പകരം വീട്ടും. കാരണം നിങ്ങൾ എന്റെ കൃഷ്ണമണിയാണ്. എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവ മനുഷ്യന്റെ മേൽ ആരും അനാവശ്യമായ ആക്രോശമോ ഉപദ്രവങ്ങളോ ബലാത്കാരമോ ഉപദ്രവകരങ്ങളോ അസൂയ കൊണ്ടുള്ള അപവാദങ്ങളോ സൃഷ്ടിക്കരുത്. അത് നന്മയല്ല, അത് ദോഷമാണ്. അത് തീക്കനൽ ശിരസിൽ വെച്ച് നടക്കുന്നവനെ പോലെ ആയിത്തീരും. തീക്കനൽ ശിരസിൽ വെച്ച് നടന്നാൽ എന്ത് സംഭവിക്കും? ആ തീക്കനൽ ചൂഴ്ന്ന് അവന്റെ ഉള്ളിലേക്ക് കത്തി ഇറങ്ങും. ഒരു ആസിഡ് ഇവന്റെ തലയിൽ ശിരസിൽ ഒഴിച്ചാൽ താഴോട്ട് ഇങ്ങനെ ചൂഴ്ന്നിറങ്ങുന്നത് പോലെയാണ് ഒരു ദൈവത്തിന്റെ ഒറിജിനലായിട്ടുള്ള ഒരു ദൈവ ശുശ്രൂഷകനെയോ ദൈവം നിയോഗിച്ച പുതിയ നിയമ പൗരോഹിത്യത്തെയോ തൊട്ടാൽ അന്നുമതെ ഇന്നുമതെ എന്നുമതെ അതൊരു നന്മയല്ല, അതിന്റെ അവസാനം നാശമായിരിക്കും. എത്രയെത്രയോ സംഭവങ്ങൾ എന്റെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ എന്റെ മുമ്പിൽ, ഓ ഹല്ലേലൂയ, എത്രയെത്രയോ സംഭവങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും അതൊരു നന്മയല്ല. നമുക്ക് ഒരു ശുശ്രൂഷകനെതിരെ അപവാദം പറയരുത്. ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ ഒരു ദൈവ ശുശ്രൂഷ കണ്ടിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു കൃപാവരമോ ശുശ്രൂഷ പദവിയോ മറ്റൊരു വ്യക്തി അലങ്കരിക്കുന്നതായി ദൈവം ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് പിറുപിറുക്കരുത്. നിങ്ങളൊരു പക്ഷേ ഏതെങ്കിലും ബിഷപ്പായിരിക്കാം, ഏതെങ്കിലും വൈദികനായിരിക്കാം, ഏതെങ്കിലും നല്ല സുവിശേഷകനായിരിക്കാം. പക്ഷേ മറ്റൊരു ശുശ്രൂഷകന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ അളവ് അറിയാതെ വിളിച്ചു പറയരുത്. വിഡ്ഢിത്തം പറഞ്ഞാൽ അത് നന്മയായി ഭവിക്കുകയില്ല. അതിനെ കയറി വിലക്കരുത്. അത് ദൈവത്തിന്റെ ആണോ എന്ന് ആത്മാവിനോട് ചോദിക്കണം, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. നിങ്ങൾ തിയറി പഠിച്ചുകൊണ്ട് വരില്ല. നിങ്ങൾ ഈ കുറെ നോളജ് കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു എന്താ പറയാ ബിരുദാനന്ദ ബിരുദത്തിൽ നിന്ന് ഇതിനെ തപ്പി നോക്കരുത്. ഇത് പരിശുദ്ധാത്മാവിൽ തപ്പി നോക്കണം. അറിവിൽ നിന്ന് തപ്പരുത്. ഈ പരിശുദ്ധാത്മാവിൽ അന്വേഷിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, ഇത് എന്റെ ആണ്, ഇത് ഈ കാലത്തിന്റെ ആണ്, ഇത് ഈ അന്ത്യകാലത്തിന്റെ ഉണർവിന്റെ ഭാഗമാണ്, ഇത് ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് എന്നൊക്കെ ദൈവം പഠിപ്പിക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. സാത്താന്റെ സകല തന്ത്രങ്ങളെ ശാസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, സാത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു തന്ത്രം പണിയുമല്ലോ. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ പരിശുദ്ധാത്മാവിൽ ദൈവം ഒരു പുതിയ ഒരു കാര്യം ഈ ഭൂമിയിൽ കൊണ്ടുവന്നാൽ അത് പരിശുദ്ധാത്മാവിൽ അന്വേഷിക്കണം. അല്ലാണ്ട് ഏതെങ്കിലും പാണ്ഡിത്യത്തിന്റെ പേരിലോ അറിവിന്റെ തലത്തിൽ നിന്ന് അന്വേഷിച്ച് അതിനെ വിലയിരുത്തി പറയരുത്. ഇത് ഒരുപക്ഷെ ഈ കാലത്തിന് വേണ്ടി ദൈവം അയക്കുന്ന ഒരു ശുശ്രൂഷയാണെങ്കിൽ അതിനെ സമയമെടുത്ത് പഠിക്കാൻ, പരിശുദ്ധാത്മാവിൽ സ്വീകരിക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെ ഈ ജെറോബോവാം കയറി പിടിക്കുകയാണ്. ആ പിടിച്ച സമയം ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. എന്താണ് ഇടപെടൽ ഉണ്ടായത്? ദൈവപുരുഷൻ ബേഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ജെറോബോവാം പീഠത്തിനരികിൽ കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. കൈനീട്ടി ജെറോബോവാം പിടിച്ചു. അവന്റെ കരം മരവിച്ചു, മടക്കാൻ കഴിയാതെയായി. കർത്താവിന്റെ ഹല്ലേലൂയ. ഈ ജെറോബോവാം പിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ കൈ ഇങ്ങനെ മരച്ച് കുഷ്ഠം പിടിച്ചതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഡെത്തായി പോയി. ഹല്ലേലൂയ. പ്രവാചകൻ പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. ബലിപീഠം പിളർന്നു. എന്റെ പ്രിയമുള്ളവരെ, രാജാവ് അവനോട് പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനോട് നീ എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക.
ഈ കൈയൊന്ന് നേരെയാകണം, എന്റെ ജീവിതം തകർന്നു പ്രശ്നമായി, കണ്ടോ. പക്ഷെ ഈ ദൈവത്തിന്റെ പ്രവാചകൻ, നിനക്കത് വേണം, ഇങ്ങനെ ഇരിക്കട്ടെ, കുറെ നാൾ നീ അനുഭവിക്ക്, എനിക്കെതിരെ നീ കൈ നീട്ടിയല്ലേ, ഞാനൊരു പ്രവാചകനല്ലേ എന്നൊക്കെ പറയാമായിരുന്നിട്ടും ആ പ്രവാചകൻ ആ മനോഭാവം കാണിച്ചില്ല. അതാണ് ദൈവത്തിന്റെ ഒറിജിനലിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. കരുണ കാണിക്കാൻ, സ്നേഹിക്കാൻ, വളർത്താൻ, ചേർത്ത് പിടിക്കാൻ, തന്നേക്കാൾ മാന്യതയോട് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാനുള്ള ഭാവം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അവന്റെ കരം വീണ്ടും സുഖപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, ഈ സംഭവം ഈ ബേഥേൽ എല്ലാം വലിയ പ്രസിദ്ധമായി, ഇത് വലിയ അപ്പുറം ഇപ്പുറം എല്ലാം അറിയാനിടയായി. അങ്ങനെ അറിഞ്ഞ കാലത്ത് ഈ ബേഥേലിൽ ഒരു സീനിയർ പ്രൊഫറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു സീനിയർ പ്രൊഫറ്റ് ഉണ്ടായിരുന്നു, പ്രായമുള്ള ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയൊരു സംഭവമാണ്. അദ്ദേഹം ആ നാട്ടിലൊരു പ്രവാചകനാണ്. പക്ഷെ ദൈവം ആ പ്രവാചകന്റെ കയ്യിൽ ഈ പ്രവചന അധികാര ശുശ്രൂഷ ഏൽപ്പിച്ചില്ല. ചിലരെ ദൈവം ചിലതെ ഏൽപ്പിക്കുകയുള്ളൂ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ചിലരെ ദൈവം ചിലതെ ഏൽപ്പിക്കുകയുള്ളൂ. ആരും അങ്ങും ഉപദ്രവം കൊണ്ടുവന്നിട്ടോ പാര വെച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ കാര്യമില്ല. ചിലരെ ദൈവം ചിലതെ ഏൽപ്പിക്കുകയുള്ളൂ. അവർ അത് ചെയ്ത് നിത്യത പുൽകിയാ മതി. എന്നാൽ ദൈവം ചിലരെ അതിശയകരമായ നിലയിൽ ഉപയോഗിക്കുകയും ഏൽപ്പിക്കുകയും അയക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്യും. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. എല്ലാവർക്കും സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിന്നെ പണിക്ക് വിളിച്ചപ്പോൾ, വേലയ്ക്ക് വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞ കൂലി നിനക്ക് തന്നില്ലേ? ഞാൻ എല്ലാവർക്കും അങ്ങനെ കൊടുക്കും, അത് എന്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈശോ പറഞ്ഞില്ലേ, ഞാൻ ചിലർക്ക് 5 കൊടുക്കും, ചിലർക്ക് ഞാൻ 2 കൊടുക്കും. അതൊക്കെ പിതാവിന്റെ ഇഷ്ടമാണ്. ദൈവം ഒരാളെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരുടെ അഭിപ്രായ നിമിത്തമല്ല, അത് ദൈവത്തിന്റെ ഇഷ്ടത്താലത്രേ. മറന്നു പോകരുത്. ദൈവം ഒരാളെ ദൈവരാജ്യത്തിന് മുൻപിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്താലത്രേ. നമ്മുടെ ആരുടെയും ഇഷ്ടമല്ല, നമ്മുടെ ആരുടെ സമ്മർദ്ദമല്ല, നമ്മൾ ആരും നിർബന്ധിച്ചിട്ടുമല്ല. അതുകൊണ്ടാണ് ഈശോ ആ യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ ചെന്ന് പറയുമ്പോ, മോളെ അല്ലെങ്കിൽ മക്കളെ, നീ ശുശ്രൂഷ പദവി നിങ്ങൾ പറയുമ്പോൾ എനിക്ക് തരാൻ പറ്റത്തില്ല, ഇത് ആർക്ക് വേണ്ടി നിയോഗിച്ചോ അത് അവർക്കുള്ളതാ. എന്റെ പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം ഓരോരുത്തരെ ഓരോ വിധത്തിലാണ് ദൈവ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോരുത്തരുടെ മേൽ കിടക്കുന്ന നിയോഗവും വിളിയും എന്താണോ അതാണ് ഫോമാകുന്നത്. അത് ഫോമായി അതിൽ വിശ്വസ്തനായി നിന്നാൽ നമുക്കൊരു നിത്യത കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു ശുശ്രൂഷകന്റെ അത് കണ്ട്, വേറൊരു ധ്യാന ഗുരുവിന്റെ ശുശ്രൂഷ കണ്ട്, ഞങ്ങളുടെ ധ്യാന മന്ദിരത്തിൽ ഇങ്ങനെ വേണം, ഞങ്ങളുടെ ധ്യാന മന്ദിരമാണ് ഭയങ്കരം, ഞങ്ങളുടെ ധ്യാനമാണ് അന്ത്യകാലത്തിന്റെ ധ്യാനം, ഞങ്ങളുടെ ധ്യാനമാണ് അന്ത്യകാലത്തിന്റെ ധ്യാനം, ഞങ്ങളുടെ ധ്യാനമാണ് ഭയങ്കര ധ്യാനം എന്നൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ വികലമായി വിചിത്രമായി ചിത്രീകരിക്കുകയോ പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഓരോരുത്തരെയും ദൈവം ഓരോ വിധത്തിൽ ഓരോ സ്ഥലത്ത് ദൈവം ഓരോ കാലത്ത് ഉപയോഗിക്കുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ദൈവം ഒരു കാലഘട്ടത്തിൽ ഒരു ഉയർന്ന നിലയിൽ ഉപയോഗിച്ചു. ദൈവം ഈ കാലഘട്ടത്തിൽ ഓരോ സ്ഥലങ്ങളെയും ഓരോ വിധത്തിൽ ഉപയോഗിക്കുന്നു. ആരും അങ്ങുമിങ്ങും എന്താ പറയാ, അസൂയ ഉണ്ടായിട്ടോ കലഹം ഉണ്ടാക്കിയിട്ടോ ഭിന്നത ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. എല്ലാം നിയോഗം ദൈവത്തിന്റെ ഇഷ്ടമാണത്. ബേഥേലിൽ ഒരു സീനിയർ പ്രൊഫറ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊഫറ്റിന്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചില്ല. ആ പ്രൊഫറ്റിന്റെ മക്കൾ ഈ കാര്യം ഈ പ്രൊഫറ്റിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ബേഥേലിൽ വന്ന് രാജാവിന്റെ അടുക്കൽ വന്ന് ഒരാളിങ്ങനെ പ്രവചിച്ചു, അപ്പാ പ്രവാചകനായ അപ്പാ, നീ ഇവിടെ ഉള്ളപ്പോൾ ആ ആള് വന്നിങ്ങനെ പ്രവചിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും. ചിലരങ്ങനെയാണ്. ചിലര് ഈ ശുശ്രൂഷ മുഖത്ത് വിളിക്കപ്പെട്ട കുറെ ആളുകളുണ്ടല്ലോ, ഒരു പ്രാർത്ഥനക്കാരൻ മതി അവിടെ ഒരു ഭിന്നത കൊണ്ടുവന്ന്, ഒരു ഏഷണി കൊണ്ടുവന്ന്, ഒരു പ്രശ്നം കൊണ്ടുവന്നിട്ട് അതിനെ ആ ഡയറക്ടറുടെ അടുത്ത്, ആ ധ്യാനമന്ദിരത്തിന്റെ ഡയറക്ടറിന്റെ അടുത്ത് എന്നൊരു നുണ പറഞ്ഞ്, ഒരു അസൂയ നിമിത്തം ആ ഡയറക്ടറുടെ അടുത്ത് വന്ന് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എന്നെ കുറിച്ച് ഒരാൾ ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ വ്യക്തി അത് നല്ലൊരു ശുശ്രൂഷകനായിരുന്നു. ആ വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പല്ല, ഒരു ദിവസം മരിച്ചു വീണുപോയി. എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം ഒരു ധ്യാനമന്ദിരത്തിന് ഡയറക്ടറോട് പറഞ്ഞാണ്, അദ്ദേഹം നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട്, എന്തിനാ ആവശ്യം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇല്ലാത്ത എന്തോ ഒന്ന്
എനിക്ക് കണ്ടപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചില്ല. എന്റെ പ്രിയമുള്ളവര്, ആ നമ്മുടെ എല്ലാ വിശുദ്ധ ജീവിതത്തിൽ ഇതുപോലെ അസൂയ കൊണ്ട് ഒരാൾ വന്ന് പാര വെച്ച് പറയുമ്പോഴേ, നമ്മുടെ നാടിനൊരു ഭാഷയാണല്ലോ പാര. ഈ ആത്മീയതയ്ക്കകത്ത് ഇങ്ങനെ ഒരു അശുദ്ധാത്മാവുണ്ട്. അതാണ് നശിപ്പിക്കുന്ന ആത്മാവ്. അവരിങ്ങനെ ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുക. എന്നോടൊരു ഡയറക്ടർ അച്ഛൻ പറയാണേ കേട്ടോ, അവിടുത്തെ ഒരു ശുശ്രൂഷനെ കുറിച്ച് പറയാ, ആ പുള്ളിയുടെ ഒച്ച ഭയങ്കര ഒച്ചയാണ്. അങ്ങനെ എന്നോട് പറയേണ്ട കാര്യമില്ല. വിശാലതയുള്ള ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ ആ ഒച്ച വെക്കുന്നവനെ വിളിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച്, മോനെ കുറച്ചും കൂടി അത് ശ്രദ്ധയോടെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ഊക്കോടെ നീ ജ്വലിച്ച് ചെയ്യണം, പക്ഷെ ശ്രദ്ധിക്കണം, ശബ്ദം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചേർത്ത് വളർത്തേണ്ടതല്ലേ? അല്ലേ? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനിടയായി. എന്റെ പ്രിയമുള്ളവര്, ഹല്ലേലൂയ. ഇതാ ഇദ്ദേഹത്തിന്റെ ഈ മക്കളെ എന്ന് അപ്പനോട് പറയണ, അപ്പ ബേഥേലിലെ ഒരു സീനിയർ ഒരു പ്രവാചകനല്ലേ നീ? നീ ഇരിക്കുമ്പോൾ വേറൊരുത്തം വന്ന് പറയേണ്ട കാര്യമുണ്ട്. എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഈ പിതാവ് ചോദിച്ചപ്പോ പറഞ്ഞു, ഇയാള് പ്രവചിച്ചെല്ലാം കഴിഞ്ഞ് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടായി. ഭയങ്കര സംഭവം. ജെറോബോവാം ഇപ്പൊ പേടിച്ച് ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം വലിയൊരു ദൈവമനുഷ്യനാണെന്നുള്ള ഭാവത്തിലിരിക്കുകയാണ്. അപ്പൊ ഇത് അറിഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ അപ്പന്റെ ഉള്ളിലെ ഒരു സ്വാർത്ഥത അങ്ങ് ജ്വലിച്ചു. അപ്പൻ ചോദിച്ചു, എവിടെ പോയവൻ? അപ്പൊ പറഞ്ഞത്, ഇന്ന വഴിക്ക് പോയി. ഉടനെ ഈ അപ്പന്റെ കഴുതയ്ക്ക് ജീനിട്ട് അപ്പൻ പെട്ടെന്ന് ഈ പ്രവാചകന്റെ പുറകെ പോയി കണ്ടുപിടിച്ചു വന്നപ്പോൾ ഈ സീനിയർ പ്രവാചകൻ പറയാണ്, നീ എന്റെ കൂടെ വരണം, എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പ്രവാചകൻ പറയാണ്, ഈ വന്ന പ്രവാചകൻ യൂദായിൽ നിന്ന് വന്ന പ്രവാചകൻ ബേഥേലിലുള്ള സീനിയർ പ്രവാചകനോട് പറയാണ്, ഞാൻ വഴിയിൽ വെച്ചൊന്നും കഴിക്കാൻ പാടില്ലെന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതേ സംഭവം തന്നെ ഈ ജെറോബോവാം പറഞ്ഞു, നിനക്ക് വിരുന്ന് ഒരുക്കാം, നല്ല സമ്മാനം തരാന്നൊക്കെ പറഞ്ഞപ്പോ അതെല്ലാം നിഷേധിച്ചതാണ് ആ പ്രവചന മണിക്കൂറിന്റെ ആ സമയത്തുണ്ടായ ആ ശുശ്രൂഷയിൽ. ആ അഭിഷേകം ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ ജെറോബോവാം പറഞ്ഞു, നിനക്ക് സമ്മാനം തരാം, എന്റെ കൂടെ വിരുന്നിനിരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ആ അഭിഷേകത്തിന്റെ ആ സമയം, ആ പർട്ടിക്കുലർ ടൈമിൽ ഭയങ്കരമായി ജ്വലിച്ചു നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ, ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നിഷേധിച്ചതാണ്. പക്ഷേ ആ അഭിഷേകത്തിന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ കിടന്ന ആ അഭിഷേകം തണുത്തോ എന്നൊരു സംശയം. ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. അഭിഷേകം ശുശ്രൂഷയിൽ ജ്വലിക്കും, പിന്നീട് ആ അടുത്ത മണിക്കൂറിൽ തണുക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഈ വിതച്ച ശുശ്രൂഷയുടെ തീഷ്ണതയോടെ അവൻ ജ്വലിച്ച് മുന്നോട്ട് നന്ദി പറഞ്ഞ് പോകുന്നില്ലെങ്കിൽ, അവൻ വളരെ ആ നടന്ന ശുശ്രൂഷയെ കുറിച്ചൊക്കെ വിലയിരുത്തിക്കൊണ്ട പോണെങ്കിൽ അവൻ ആ ജ്വലിച്ച് നിന്ന് അഭിഷേകം തണുക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ തണുത്തു എന്ന് തോന്നുന്നു. തണുത്തതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ബേഥേലിലെ സീനിയർ പ്രവാചകൻ പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നോ, എന്തെത്ര നിർബന്ധിച്ചാലും ഞാൻ വരില്ല എന്നൊക്കെ കട്ടണ്ടറി പറഞ്ഞ് അതിന് ജയിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തണുത്തു. മാത്രമല്ല, ഈ വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞു, ഞാനും പ്രവാചകനാ, ഞാനും പ്രവചിക്കാറുണ്ട്, എനിക്കൊരു പ്രവചനം ഉണ്ടായി. എനിക്കുണ്ടായ പ്രവചനം എന്താണെന്ന് അറിയാമോ? എനിക്കുണ്ടായ പ്രവചനം, നീ ഇവനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് വിരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് എനിക്കൊരു പ്രവചനം ഉണ്ടായി എന്നൊരു കള്ള പ്രവചനം പറഞ്ഞു. ഒരു ദൈവ ശുശ്രൂഷകനിൽ ചെറിയൊരു കള്ളത്തരം ഉണ്ടാവുകയാണ്. ചെറിയൊരു ഒരു തന്ത്രം മെനയുക, ഒരു തന്ത്രം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോ വികാരം എന്താണെന്ന് അറിയാവോ? അസൂയയാണ്. കണ്ടോ? ഈ ഇനത്തിൽപ്പെട്ട സ്പിരിറ്റ് ഉണ്ട്. ഇത് ദൈവ ശുശ്രൂഷയിൽ വ്യാപരിക്കും. അസൂയയുടെ സ്പിരിറ്റ്. ഹല്ലേലൂയ. വളരെ അപകടകരമായ ഒരു സ്പിരിറ്റ് ആണത്. അതിന്റെ കുറച്ച് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അങ്ങനെ ദൈവം പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു, ഇദ്ദേഹം ഉണ്ടാക്കി പ്രവചിച്ചതാ. കണ്ടോ? നുണയുടെ ചലനം, നുണയുടെ ഭാവം, നുണയുടെ തന്ത്രം. ശുശ്രൂഷയിൽ തന്ത്രം മെനയുന്ന ശുശ്രൂഷകളുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷയിൽ തന്ത്രങ്ങൾ ഇന്നും അതുണ്ട്. ശുശ്രൂഷയിൽ ആ അസൂയയിലൂടെയാണ് ഈ തന്ത്രം, വ്യാജ പ്രവചനമുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ അതരത്തിലൂടെ ഈ പ്രവചനം വെളിപ്പെട്ടത് ഉണ്ടായത് ഈ വ്യാജ പ്രവചനം ഉണ്ടായത്. വേറൊരു അതിനേക്കാൾ അപകടം നിറഞ്ഞൊരു സംഭവം എന്താണെന്നറിയാവോ? ഈ വ്യാജത്തെ തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം ഈ ബേഥേലിൽ വന്ന് ജ്വലിച്ച് പ്രവചിച്ച ആ യൂദയയിലെ പ്രവാചകന് ഇത് വ്യാജ പ്രവചനമാണെന്ന് അറിയാനുള്ള ആ അഭിഷേകം തണുത്തുപോയി. ഭയങ്കര അപകടം നിറഞ്ഞൊരു ഏരിയയാണ്. അഭിഷേകം തണുത്താൽ, അഭിഷേകം ലൂസായാൽ,
ഹല്ലേലൂയ, തെറ്റ് സംഭവിക്കും. എന്റെ ഒരു സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ഈ ലൈനിൽ ഉണ്ടാകുമായിരിക്കും, ഒരുപക്ഷെ എന്റെ ഏറ്റവും അടുത്തൊരു പ്രിയപ്പെട്ടവനാണ് ബ്രദർ പ്രിൻസ്. പ്രിൻസ് ആ ബ്രദർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓരോ മണിക്കൂറും ബ്രദറെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ അഭിഷേകം തണുത്തു പോകാതെ ജ്വലിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ അവൻ പല പ്രാവശ്യം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു സർവീസ് കഴിഞ്ഞാൽ നമ്മൾ ആ തീഷ്ണതയിൽ തന്നെ ചില മണിക്കൂറുകൾ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കണം. ഞാൻ ഏത് സർവീസ് കഴിഞ്ഞാൽ കുറെ നേരം ആരും കാണാതെ മനുഷ്യരാരും കാണാതെ ദൈവത്തിന് മുമ്പിൽ പോയി ഇരിക്കാറ് പതിവാണ്. കാരണം ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന് വീണ്ടും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാകും. നമ്മുമായി വ്യക്തിപരമായി ചില കൈമാറുന്ന സമയമായിരിക്കും. അത് പ്രാപിക്കാൻ നമ്മൾ കൊതിയുള്ളവരായിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ഈ സീനിയർ പ്രവാചകനിൽ വ്യാജ ഉപദേശമുണ്ട്, വ്യാജ പ്രവചനമുണ്ടായി. ഒരേ സമയം ഓരോ ശുശ്രൂഷകരിലും വ്യാജവും ദൈവത്തിൽ നിന്നുള്ളതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊരു കാരണം, ഇവന് ശുശ്രൂഷയിൽ വിളിയുണ്ട്, പക്ഷെ ആത്മാവിൽ നിറവില്ല. അതാണ് അതിന്റെ കാരണം. ശുശ്രൂഷ വിളിയുള്ളത് കൊണ്ട് സംടൈം ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശുശ്രൂഷ ഇവന്റെ മുമ്പിൽ വെളിപ്പെട്ടെന്ന് വരാം. അത് കാരണം വിളിയുള്ളത് കൊണ്ടാണ്. വിളിയുള്ളത് കൊണ്ടാണ്. എന്നാൽ അതേപോലെ തന്നെ ഇവൻ ആത്മാവിൽ നിറയാത്തത് കൊണ്ട് ഇവൻ ഈ ബുദ്ധി കിടന്ന് കളിച്ച് പ്രാപിച്ച് പകരുന്ന ശുശ്രൂഷ ഇവനിലില്ല. ഇവനിങ്ങനെ ബൈബിള് പൊക്കി പിടിച്ച്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യത്തിന്റെ വലിയൊരു കാര്യയെ പണ്ടങ്ങാണ്ട് ചെയ്ത ഒരു രോഗശാന്തിയുടെ സർവീസ് ഒക്കെ പറഞ്ഞ് ഈ വ്യക്തി ഇങ്ങനെ ഭയങ്കരമായി മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, അപകടം നിറഞ്ഞൊരു ഏരിയയാണ്. അഭിഷേകത്തിൽ വിളിക്കപ്പെട്ടവൻ അഭിഷേകത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. നമ്മള് എന്ത് ചെയ്യുമ്പോഴും, ലോകത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മേൽ ഈ അഭിഷേകം ചലിക്കണം. അതാണ് നമ്മുടെ നിർത്താത്ത സ്തോത്ര ബലി, അധരങ്ങളുടെ സ്തുതിയാഗം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചു. നിലയ്ക്കാത്തൊരു ആരാധന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും ശരിയേതാ തെറ്റേതാണെന്ന് തിരിച്ചറിയാൻ കഴിയും. 400 പ്രവാചകന്മാർ നുണയുടെ ആത്മാവിൽ, മിക്ക പ്രവാചകരുടെ കാലത്ത് ദിനവൃത്താന്തത്തിൽ പറയുന്ന ആ സംഭവം, 400 പ്രവാചകന്മാർ പറഞ്ഞു നിങ്ങൾ ഈ യുദ്ധം ജയിച്ചു വരും എന്നൊക്കെ. എന്നാൽ മിക്ക പ്രവാചകൻ ആത്മാവിൽ ചലിക്കുന്നവനായതുകൊണ്ട് മിക്ക പറഞ്ഞു, എന്നോ ഈ പ്രൊഫസി ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് വ്യാജത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരേ സമയം ദൈവ ശുശ്രൂഷനിൽ വ്യാജം കടന്നു വരാൻ, ഞാൻ ഒരിക്കൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്. അവിടെ മാതാവിന്റെ സന്ദേശം ഉണ്ടാകുന്ന ഒരു കുഞ്ഞിന് ഭയങ്കര പ്രത്യേകതകളൊക്കെ ഉണ്ടാകുന്നു. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ നോക്ക്, ഇത് ഭൂതമാണ്. കണ്ടോ, വ്യാജം. ധ്യാനമന്ദിരത്തിൽ ഞാൻ സർവീസ് ചെയ്യുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അവിടെയുള്ള ഒരു ഭയങ്കര പ്രവചനം പറയുന്ന ഒരാളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു മുതല അവനോട് കൂടെ, ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത് കണ്ടോ, ഒരു മുതല. കണ്ടോ, ദർശന വരമുണ്ട്, പക്ഷെ അഭിഷേകത്തിൽ നിറവില്ല. ദർശനങ്ങളുണ്ട്, വരമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവില്ല. കൗൺസിലിംഗിൽ നല്ല ഗിഫ്റ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവിൽ നിറവില്ല. ആ വ്യക്തി ഭയങ്കര പ്രശ്നക്കാരനാണ്. ചിലപ്പോൾ മൂർഖൻ പാമ്പ്, ചിലപ്പോൾ കിങ് കോബ്ര ഇങ്ങനെ ആടി കളിക്കാറുണ്ടല്ലോ. പാമ്പ് ആട്ടി ഇങ്ങനെ കുഴലൂതുമ്പോൾ ആ പാമ്പ് കൊത്താതെ ആടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്. എന്താണ് വാസ്തവം? എന്താണ് സത്യം? ഈ പാമ്പിന്റെ ഉള്ളിൽ പാമ്പും വിഷമുണ്ട്. അതെപ്പോ കൊത്തിയോ അപ്പോൾ വിഷം പുറപ്പെടും, അവിടെ അപകടമുണ്ടാകും. ഇതുപോലെയാണ് ആത്മാവിൽ നിറവില്ലാത്തവൻ ശുശ്രൂഷിക്കുന്നുണ്ടാകാം, നന്നായിട്ട് പാമ്പാട്ടിയുടെ താളത്തിൽ ആടുന്നുണ്ടാകാം, പക്ഷെ അതിന്റെ അകത്തൊരു വിഷമുണ്ട്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മാക്കളുണ്ട്. ഇങ്ങനെ അവരെ കൊണ്ടു നടക്കും. അത് അവരുടെ ഒരു പ്രൊഫഷണൽ ഏരിയ ആണ്, അത് അവരുടെ ഒരു ജോലി പോലെയാണ്. TA കിട്ടും, നല്ല നിലയിൽ പോകും, മനുഷ്യമാനമുണ്ട്, അങ്ങനെ പോകും. പക്ഷെ അവർ അസൂയ ഉണ്ടാക്കും, കലക്കമുണ്ടാക്കും, പച്ച മലയാളത്തിൽ പറഞ്ഞ പാര വെക്കും,
അവര് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പലരെയും അടിച്ചു താഴ്ത്തും, പലരെയും ചവിട്ടി കയറാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള ഒരു സ്പിരിറ്റ് ഈ ആത്മീയ ഗോളത്തിലുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, ഈ സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകണം. അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഈ അശുദ്ധാത്മാക്കളുടെ മേൽ ഭയങ്കരമായ ഒരു ഏരിയ ഉണ്ട്. അത് നമ്മൾക്ക് ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് അവസരങ്ങൾ ഒരുക്കിയാൽ പിൽക്കാലത്ത് നമുക്ക് പഠിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. നമുക്കൊരു ശുശ്രൂഷകന്റെ ശുശ്രൂഷയിൽ അഭിമാനമാണോ, കർത്താവിന് സന്തോഷമാണോ? ഓ, അതാണ് വലിയ കാര്യം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വലിയ നല്ല ഒരു ദൈവ ശുശ്രൂഷന്റെ കൂടെ ഒരു സ്ഥലം, അങ്ങനെ ഒരു യാത്രയിൽ ഞങ്ങളൊരു വലിയൊരു കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ശുശ്രൂഷ, വലിയൊരു ഉണർവ് നടക്കുന്ന ഒരു ശുശ്രൂഷയുടെ അടുത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ ആ ആള് പറയാണ്, ഓ, ഇതാണ് വലിയ ശുശ്രൂഷ, ഇതിനേക്കാൾ വലിയ ശുശ്രൂഷ ദൈവം നമ്മുടെ കയ്യിലല്ലേ തന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. അതും ദൈവത്തിന്റെ കാൽവരി കുരിശിന്റെ വിലയാകിയാൽ ആയതുകൊണ്ട് നമുക്ക് നന്ദി പറയാൻ പറ്റണം. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ ഞാൻ എന്നെ പരിശോധിക്കണം. എന്റെ ഇടയിലുള്ള ഈ മൈൻഡ്, എന്റെ ഇടയിലെ ഈ ഭാവം, ഹല്ലേലൂയ, നിന്റെ ചിന്ത, അതാണ് പത്രോസ് പറയുന്നത്, നിന്റെ ചിന്ത ശുദ്ധമല്ല, നിന്റെ ഹൃദയം ശുദ്ധമല്ല. കേട്ടോ, നിങ്ങൾ ശുശ്രൂഷകരായിരിക്കാം, ശുശ്രൂഷയിൽ ദൈവത്താൽ നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടാകും. എനിക്ക് പരിശുദ്ധാത്മാവിൽ ഇന്ന് ദൈവത്തിന്റെ വികാരം അറിയിക്കുകയാണ്, നിന്റെ ഹൃദയം ശുദ്ധമാണ്. നീ മറ്റുള്ളവരെ വളർത്തുകയാണോ അതോ തകർക്കുകയാണോ? അവരുടെ മേൽ നീ കൽക്കൂമ്പാരം കയറ്റുവെക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ശബ ലിഖ്റൂമിയ. നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ, പ്രാർത്ഥന ജീവിതത്തിൽ ആരെയൊക്കെ തളർത്തിയോ, തടഞ്ഞോ, ഉപദ്രവം കൊണ്ടുവന്നോ, ഉപദേശത്തിൽ മായം ചേർത്തോ? ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഇതാ ഈ ബേഥേലിലെ പുരോഹിതൻ വ്യാജം പ്രവചിച്ചപ്പോൾ ഇത് കാണാൻ പറ്റാതെ പോയ ഒരു നിമിഷം, അത് മാനുഷിക സമയമാണ്. ദൈവാത്മാവിന്റെ ചലനമില്ലാത്ത ചില ബോധ്യമാ, ഉപദേശമാ, തീരുമാനമാ. ദൈവാത്മാവിന്റെ തീരുമാനം, നിർബന്ധം, അതായിരിക്കണം നിന്റെ തീരുമാനം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിർബന്ധമായിരിക്കണം നിന്റെ തീരുമാനം. അതല്ലേ അപ്പോസ്തല പ്രവൃത്തി 11:9 അവിടെ ആ ഏരിയയിൽ അപ്പോസ്തലനായ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു എന്ന് പറയുന്ന ഒരു പദം. പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധമുണ്ടായി. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധമുണ്ടാകണം. അതായിരിക്കണം നമ്മുടെ ശുശ്രൂഷ, അതായിരിക്കണം നമ്മുടെ വിശുദ്ധ ജീവിതം. നമ്മുടെ ഹൃദയത്തിലുള്ള ശുദ്ധതയ്ക്ക് കാരണമായി തീരുന്നത് പരിശുദ്ധാത്മാവിന്റെ നിർബന്ധമുള്ളത് കൊണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവം അതാത് മണിക്കൂറിൽ ഇല്ലെങ്കിൽ, ഈ ശുശ്രൂഷയുടെ സമയത്ത് അതാത് വചനത്തിന്റെ തികവിൽ എന്റെ മുൻപിൽ പ്രവചനാത്മാവിൽ വെളിപാടുകൾ ഉണ്ടാവുകയാണ്. അടുത്ത സെക്ഷൻ, അടുത്ത വാക്ക്, അടുത്ത പദം, അടുത്ത ജ്ഞാനം, അടുത്ത ബോധ്യം, അടുത്ത പ്രബോധന അഭിഷേകം എന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ് അതാത് മണിക്കൂറിൽ. അത് നോളജ് കൊണ്ട് തിട്ടപ്പെടുത്തി വെച്ചതല്ല. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ഭാഗം വെളിപ്പെട്ടു, അടുത്ത ഭാഗം ഈ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കയറി വരികയാണ്. ഇതെന്റെ അകത്തുള്ളതല്ല, നമുക്ക് വേണ്ടി സ്വർഗം പകർന്നു തരുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഇതാ ഈ ബേഥേലിലെ പ്രവാചകൻ പ്രവചിച്ച വ്യാജ പ്രവചനത്തെ വിവേചിച്ചറിയാൻ പറ്റാതെ പോയതിന്റെ കാരണം മനുഷ്യപ്രീതിക്ക് വശപ്പെട്ടു. ഒരു സീനിയർ ശുശ്രൂഷകനാണല്ലോ എന്ന് പറഞ്ഞ് കീഴ്പ്പെട്ടു. വിശുദ്ധ ജീവിതത്തിൽ ദൈവം എന്നെ നയിക്കുന്നത് ഞാനുമായിട്ടുള്ള ഉടമ്പടി പ്രകാരമാ. ദൈവം എന്നെ നയിക്കുന്ന ഈ ഭൂമിയിലെ മറ്റൊരു ശുശ്രൂഷകനുമായിട്ടുള്ള ഉടമ്പടിയിലൂടെ അല്ല, ആ ഉടമ്പടി ബന്ധത്തിലല്ല, ഞാനുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലാണ് എന്നെ ദൈവം ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ഉപയോഗിക്കുകയും നയിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തോടുള്ള ഉടമ്പടിക്കകത്ത് എന്നെ തന്നെ കാത്തു സൂക്ഷിക്കണം. ആരെത്ര വലിയ സുവിശേഷകരോ എത്ര വലിയ ധ്യാന ശുശ്രൂഷകരോ നമ്മളെ നിർബന്ധിച്ചാലും, നമ്മളെ ക്ഷണിച്ചാലും, വെൽക്കം ചെയ്താലും ആലോചനയില്ലാതെ അവിവേകം കാട്ടിക്കൂട്ടരുത്. അത് നമ്മുടെ താഴ്ചയ്ക്കും അഭിഷേകം ലൂസാകാനും
പൈശാചിക ലോകം ആക്രമിക്കാനൊക്കെ കാരണമായി തീരാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തോട് ആലോചന ചോദിക്കണം. ഇതാണ് ആ പ്രവാചകനെ പറ്റിയ തെറ്റ്. ആ പ്രവാചകനെ ഇദ്ദേഹം സ്നേഹത്തോട് നിർബന്ധിച്ചപ്പോൾ ആത്മാവിൽ വിവേചിക്കാതെ അദ്ദേഹം ആ പ്രവാചകന്റെ കൂടെ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ പ്രവാചകന്റെ വീട്ടിൽ വിരുന്നിന് പോയി. ആ പ്രവാചകന്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ അതിന്റെ 19 മുതല് ദൈവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിന്റെ 20-ാം തിരുവചനം വായിച്ച ബ്രദറെ. അവർ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചു കൊണ്ടുവന്ന പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. മുൻപ് കർത്താവിന്റെ അരുളപ്പാടുണ്ടായില്ല. അത് കർത്താവിന്റെ അരുളപ്പാട് പോലെ അവന്റെ ബുദ്ധിയിലൂടെ പൈശാചിക ലോകം രൂപപ്പെടുത്തി കൊടുത്ത പ്രവചനം വെളിപ്പെട്ടു. ഇതാണ് വളരെ അപകടം നിറഞ്ഞൊരു ഏരിയ. പ്രവചന ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യുന്നവർ എപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രവാചക അഭിഷേകമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ സമയം പൈശാചിക ലോകം നമ്മുടെ മേൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അത് ശുശ്രൂഷയുടെ ആ റൂട്ടിൽ തന്നെയായിരിക്കും അവന്റെയും കടന്നുകയറ്റം. എവിടെയാണ് ശുശ്രൂഷ അവിടെ ആയിരിക്കും. എങ്ങനെയാണ് ശുശ്രൂഷ അങ്ങനെയായിരിക്കും. ഏത് നിലയിലുള്ള ശുശ്രൂഷയാണോ? വചനപ്രഘോഷമാണോ? തെറ്റായി വചനം വ്യാഖ്യാനിക്കാൻ അവന് അനുവദിക്കും. ഇന്ന് ഞാനൊരു വൈദികൻ തെറ്റായി വ്യാഖ്യാനം അനുവദിക്കുന്ന കേൾക്കുക. വേദിയിൽ വെച്ച് അദ്ദേഹം വിഡ്ഢിത്തരം വിളിച്ചു പറയുക. പറഞ്ഞ വചനം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ തീവ്രവേദനയാൽ യേശുക്രിസ്തു ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ച നിലയിലാണ്. ആ ശ്രമിക്കാൻ പോലും യേശു തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തൊരു അബദ്ധമാണ്! അദ്ദേഹം പറയാണ്, യേശുക്രിസ്തു വേദനയുടെ ആധിക്യത്താൽ ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചു എന്ന് അറിയാതെ പറഞ്ഞുപോയി. ആ ഉറവ വെളിപ്പെട്ടത് ദൈവാത്മാവിലല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതേ സ്ഥലത്ത്, അതേ ശുശ്രൂഷയുടെ സ്ഥലത്ത്, അതേ പദവിയിൽ, അതേ റൂട്ടിൽ ഏത് സെക്ഷനാണ് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത്, അതേ സെക്ഷനിൽ സാത്താൻ കയറി ഉപായത്താൽ കൊടുക്കും, തെറ്റായ ഉപദേശം കൊടുക്കും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു വൈദികൻ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിച്ച് ദൈവം ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവന് നഷ്ടങ്ങൾ സംഭവിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതായത് നമ്മുടെ നാട്ടിലെ ആ ചേട്ടൻ വലിയ സമ്പന്നനായി, അദ്ദേഹത്തിന് ബാറുണ്ട്, അദ്ദേഹത്തിന് ഇതുണ്ട്, ഇതൊക്കെ അറിയാതെ വിഡ്ഢിത്തരം വിളിച്ചു പറയുകയാണ്. അതേ വേദിയിൽ തിന്മയുടെ ആ ഉറവ പൊട്ടിപ്പുറപ്പെടുകയാണ്. വളരെ അപകടം നിറഞ്ഞ രീതി. എന്നാൽ ദൈവം നിയോഗിച്ച അതേ നിയോഗത്തിൽ തന്നെ സാത്താൻ കടന്നാക്രമിക്കുക എന്ന കാര്യം നിങ്ങൾ ആരും മറക്കരുത്. നീ പ്രവചിക്കുന്നവനാണെങ്കിൽ പ്രവചനത്തിൽ അവന്റെ ഈ ഉറവയിൽ നിന്നും മലിനജലം പുറപ്പെടുവിപ്പിക്കും. വളരെ അപകടം നിറഞ്ഞ എത്രയെത്രയോ സംഭവങ്ങൾ, എത്രയെത്രയോ പ്രവചനങ്ങളിൽ വികലതകൾ, ശുശ്രൂഷകളിൽ വികലതകൾ അറിയുന്നില്ല. പ്രസംഗമധ്യേ അവൻ പോലും അറിയാതെ അവന്റെ ഉള്ളിൽ നിന്ന് ഇത് പുറപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരാൾ ഒരു ഭയങ്കര തെറ്റായ ഒരു ഉപദേശം കൊടുക്കുക. ഒരു കറുത്ത ഒരു കാപ്പി കളർ ഷർട്ടിട്ട ഒരു അച്ഛൻ ഷാലോമിലോ അങ്ങനെ ഏതോ ഒരു ചാനലിൽ ഒരിക്കൽ കുറെ വർഷങ്ങൾക്ക് അദ്ദേഹം പറയാണ്, അന്യഭാഷകൾ എന്ന് പറയുന്നത് നിങ്ങളാരും വിചാരിക്കുന്ന പോലെ ശംബാലിക്ക അതൊന്നും അല്ല. അന്യഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒരു കള്ളുകുടിയൻ മദ്യം കുടിക്കുന്നവനാണ്, അവൻ മാനസാന്തരപ്പെട്ടു വന്നാൽ അവന് പുതിയ ഭാഷകൾ ഉണ്ടാകും. അതാണ് പൊതുഭാഷ. എന്താണ് ഭാഷ? മാന്യമായി സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ അന്യഭാഷകളുടെ ഗിഫ്റ്റിനെ ലഘൂകരിച്ചു. അതിനെ അതിനെ അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ട് അദ്ദേഹം അത് ഈക്വലൈസ് ചെയ്തു. നിങ്ങളൊരു പുരോഹിതനാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി, അറിവും തിയോളജിയും ഒക്കെ വെച്ച് നിങ്ങൾ ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ ഈക്വലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വരുവാനുള്ളതിന് നഷ്ടം സംഭവിക്കും. നിങ്ങളൊരു ഒരു ഒരു സഭാ നേതൃത്വത്തിലല്ല, ഒരു പിതാവാണെങ്കിൽ, ഒരു മെത്രാനാണെങ്കിൽ, ഒരു ബിഷപ്പാണെങ്കിൽ, നിങ്ങളുടെ അറിവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ അറിവിന്റെ തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഈക്വലൈസ് ചെയ്താൽ ഈ ഭൂമിയിലുള്ളതിലും വരുവാനുള്ളതിലും നഷ്ടങ്ങൾ സംഭവിക്കും. നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ, നിങ്ങളൊരു നന്നായിട്ട് പ്രവചിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഈ ബുദ്ധി കൊണ്ടോ അറിവ് കൊണ്ടോ ദൈവാത്മാവിൽ നിന്നല്ലാത്ത ഏതെങ്കിലും പ്രവചന സ്വാധീനങ്ങൾ ഉണ്ടായാൽ
അതിന് നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പുറപ്പെടുവിപ്പിച്ചാൽ ഈ ഭൂമിയിൽ വരുവാനുള്ളതിലും നഷ്ടങ്ങൾ സംഭവിക്കും. നിങ്ങളൊരു പ്രസംഗകനാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്ന നല്ലൊരു ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരു ആണെങ്കിൽ, അതേ പ്ലാറ്റ്ഫോമിൽ, അതേ മണിക്കൂറിൽ, അതേ സ്ഥലത്ത്, അതേ സമയത്ത് അവന്റെ സ്വാധീനങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആത്മാവിൽ ജ്വലിച്ച് പൊങ്ങിയും താന്നും ചലിച്ചു കൊണ്ടിരിക്കണം. പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജ്വലനമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ ആ പ്രസംഗമല്ല, അത് മുഴുവനും പ്രവചനമായിരിക്കും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല പ്രവചനമാ, ഇത് ആരോടൊക്കെ പ്രവചിക്കുകയാണ്. അതാ പത്രോസ് പറഞ്ഞത്, ആത്മാവിൽ പുതിയ നിയമ ശുശ്രൂഷ പ്രസംഗമല്ല, പ്രസംഗത്തിലെ പ്രവചനം പുറത്തെടുത്ത് കൈമാറുന്ന ശബ്ദത്തിന്റെ വാക്കുകളാണ് പുതിയ നിയമത്തിലെ പ്രസംഗം. പുതിയ നിയമത്തിൽ പ്രസംഗമില്ല, പുതിയ നിയമത്തിലെ പ്രസംഗമല്ല, അതിനകത്ത് കിടക്കുന്ന പ്രവചനം പുറത്തെടുക്കുന്ന കൈമാറ്റമാണ് പുതിയ നിയമ ശുശ്രൂഷ. അതുകൊണ്ട് ഓരോരുത്തർക്ക് കിട്ടിയ വിളിയിൽ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മൾ ആരെയും വിമർശിക്കാൻ പോകേണ്ടതില്ല. ഈ വേദിയിൽ, ഈ വേളയിൽ പരിശുദ്ധാത്മാവിൽ എനിക്ക് ചില നിർബന്ധമുണ്ടായതുകൊണ്ട് ചില കാര്യങ്ങൾ ചിലത് മറനീക്കി പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഏത് കല്ലേറ് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേട്ടെ. ഈ പ്രവാചകന് മുൻപ് പ്രവചിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവാത്മാവിന്റെ പ്രബോധനവും പ്രവചനവും ഉണ്ടാവുകയാണ്. ഈ സീനിയർ പ്രൊഫറ്റിന്, ഈ സീനിയർ പ്രവാചകന് ഇതാ ഒരു പ്രവചനം ഉണ്ടാകുന്നു. എന്താണ് പ്രവചനം? അവൻ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യൂദയായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പ്രവചിച്ചു. എന്താ, അവന്റെ സ്വഭാവം കളറൊക്കെ മാറി. മുൻപൊരു സാധാരണ നിലയിലാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ വന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സാധാരണ നിലയില്ല, വലിയ ഒച്ചൊന്നും വെച്ചില്ല. പക്ഷെ ഈ കുറി പുള്ളി തീഷ്ണതയിൽ ചൊല്ലിക്കാൻ തുടങ്ങി. ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക ഒരു ചലനം, ഒരു പുഷിങ്, ഒരു തീഷ്ണത ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ ശബ്ദം ഒന്നും സാധാരണ നിലയിലല്ല, പിന്നെ നമ്മുടെ ആക്ഷനും നമ്മുടെ വാക്കുകളുടെ ആ ശക്തിയും ശബ്ദവും ഒക്കെ വേറൊരു നിലയിലായിരിക്കും. കണ്ടോ, ഭയങ്കര ഒരു കമാൻഡിങ്, ഒരു അധികാരത്തിന്റെ ഒരു ശബ്ദം നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരും. അത് ശുശ്രൂഷയുടെ ചില ദൈവാത്മാവ് നടത്തുന്ന ചില രീതിയുടെ ചില പ്രത്യേകതകളാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൽ ഈ ചലനമുണ്ടായി. അദ്ദേഹം പറയാണ്, ദൈവപുരുഷനോട് ഉച്ചത്തിൽ പ്രവചിക്കാൻ തുടങ്ങി. എന്താണ് പ്രവചിച്ചത്? നീ കർത്താവിന്റെ വചനം ശ്രവിച്ചില്ല. നീ കർത്താവിന്റെ വചനം ശ്രവിച്ചില്ല. അടുത്തെന്താണ്? കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രവചിച്ചു. ഹല്ലേലൂയ. എന്തൊരു വലിയ ദുരന്തമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. യൂദായിൽ നിന്ന് വന്ന നല്ല ഒരു പ്രവാചകൻ ഭംഗിയായി പ്രവചിച്ചു. ഒരു സമ്മാനവും ഒരു മനുഷ്യപ്രീതിയും ഇല്ലാതെ ദൈവത്തിന്റെ നല്ല വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്തു മടങ്ങിപ്പോയി. യാത്രാവേളയിൽ ഒരു പ്രലോഭനം ഉണ്ടാവുകയാണ്. ശുശ്രൂഷ ജീവിതത്തിന്റെ യാത്രകളിൽ നമുക്ക് ഇതുപോലെയുള്ള ചില പ്രലോഭനങ്ങൾ ഉണ്ടാകും. അത് പ്രലോഭനമാണെന്നറിയാതെ, അത് പൈശാചിക ലോകത്തിന്റെ കടന്നുകയറ്റമാണെന്നറിയാതെ നമുക്ക് തെറ്റുപറ്റാതിരിക്കണമെങ്കിൽ എപ്പോഴും ആത്മാവിൽ എരിവുള്ളവരും വിളിച്ചവനോടുള്ള വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവനുമായിരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പത്രോസ് പറഞ്ഞതുപോലെ ഈ പ്രവാചകന് പറയാൻ പറ്റിയില്ലല്ലോ. എന്താണ് പത്രോസ് പറഞ്ഞേ? നീ അനുദപിച്ചാൽ ഒരുപക്ഷെ നിനക്ക് ദൈവത്തിൽ നിന്നും ഇളവ് കിട്ടുമായിരിക്കാം. മുൻപ് പത്രോസിന് എന്നതുപോലെ മുൻപ് ഈ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ വ്യാജം പ്രവചിക്കുന്നതിന് മുമ്പ് മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുള്ളൂ, മോനെ കണ്ടു, മോൻ തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞ് നല്ല വാക്ക് പറയേണ്ടതായിരുന്നില്ലേ? പറഞ്ഞില്ല. കാരണം അവൻ താന്നിട്ട് വേണം ഞാൻ ഉയർന്നു നിൽക്കാൻ. ഉണ്ടോ എന്റെ പ്രിയമുള്ളവരെ? ഒരാളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അത് ദൈവസന്നിധി വലിയൊരു കാര്യമാണ്.
പുതിയ നിയമ പ്രവാചകനും പഴയ നിയമ പ്രവാചകനും തമ്മിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, പഴയ നിയമ പ്രവാചകന്മാർക്ക് ദൈവത്തോടോ മാത്രമേ, ദൈവ മനുഷ്യനോടും അല്ലെങ്കിൽ ദൈവം ഏൽപ്പിക്കുന്നതിനോട് വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല. അവരിങ്ങനെ പ്രവചിച്ച് പോവുകയാണ്. നശിക്കുന്നവർ നശിക്കട്ടെ, ഇങ്ങനെ ഭയങ്കര സംഭവം. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവസ്നേഹം ചാലിക്കാത്ത ഒരു ശുശ്രൂഷയും പുതിയ നിയമത്തിൽ ഇല്ല. ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ തുടങ്ങുന്ന കാലം മുതൽ അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രിക്കകത്ത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുമായി അവർ നിർബന്ധിച്ച ഒന്നാണ് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു ബന്ധം. എന്നെ പ്രിയമുള്ളവരെ, ഒരു സ്നേഹം, ഒരു ഐക്യം, ആ സ്നേഹാഭിഷേകം ഞാൻ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ അഭിഷേകത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നതും കവർ ചെയ്യപ്പെടുന്നതും, എല്ലാ അഭിഷേകത്തെ കവർ ചെയ്യപ്പെടുന്നത് പുതിയ നിയമത്തിലെ ലവ് ഓഫ് അനോയിന്റിങ് ഓഫ് ലവ്, അനോയിന്റിങ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ അഭിഷേകം, അനോയിന്റിങ് ഓഫ് ലവ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ അഭിഷേകം എല്ലാ ശുശ്രൂഷകളെയും, എല്ലാ കൃപാവരങ്ങളെയും, എല്ലാ അഭിഷേക പദവികളെയും, എല്ലാ അഭിഷക്ത തലങ്ങളെയും അലങ്കരിക്കുകയും അഭിവൃദ്ധിയിൽ ഉയർത്തുകയും ചെയ്യുന്ന ആ മൂടി നിൽക്കുന്ന പുതപ്പാണ് സ്നേഹാഭിഷേകം. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ച് സെക്ഷൻ അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെയും ദൈവത്തിന്റെ ആത്മാവ് അനുവദിച്ചാൽ ഞാൻ കടന്നു വരും. നമ്മൾക്ക് ഇതുപോലെ സർവീസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ശക്തമായി ഈ സമയത്ത് സ്തുതിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി ഒരു ഡെലിവറൻസ് പ്രയർ ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവരും വീഡിയോ പരമാവധി ആളുകൾ ഓപ്പൺ ചെയ്ത് വരിക. എല്ലാവരും തീക്ഷണതയോടെ, വലിയ തീവ്രതയോടെ, ആഗ്രഹത്തോടെയൊക്കെ വരിക. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ തിന്മയുടെ ശക്തിയുടെ ബന്ധനങ്ങളെ, ആ കാലിൽ കിടക്കുന്ന അമിക്കയറുകളെ, ആ കെട്ടുകളെ, അതല്ല ഈശോയെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്, 1 യോഹന്നാൻ 3:8 എന്നാണ് ആ വചനം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന സാത്താന്റെ സകല പ്രവൃത്തികളെ നശിപ്പിക്കേണ്ടതിനാണ്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്. സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന പിശാചുക്കൾ, അശുദ്ധാത്മാക്കൾ, സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന സാത്താന്റെ പ്രവൃത്തികൾ, അവൻ സ്വർഗീയിടങ്ങളിൽ സ്വർഗീയരായി വിളിക്കപ്പെട്ടവരുടെ മേൽ ചില കെട്ടിടുകയാണ്. അസൂയ, ഭിന്നത, കലഹം, ഏഷണി, അപവാദം, നശിപ്പിക്കുന്ന സ്വഭാവം, എന്താ പറയാ, അശുദ്ധിയുടെ അൺക്ലീൻ സ്പിരിറ്റ്. അതൊരു ഭയങ്കര സ്പിരിറ്റാണ്. അശുദ്ധി കൊണ്ടുവരിക, ലൈംഗികാസക്തി കൊണ്ടുവരിക, പണത്തിനോടുള്ള ആസക്തി കൊണ്ടുവരിക, ശുശ്രൂഷയിൽ എന്ത് കിട്ടും അതിന് തോന്നലുണ്ടാവുക, മനുഷ്യപ്രീതി. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മളെല്ലാവരും ശക്തിയോടെ ഡെലിവറൻസ് പ്രയറിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ശക്തിയോടെ സ്തുതിക്കുകയാണ്. പിതാവേ, ഞങ്ങളുടെ പുത്രനായ ഈശോയുടെ നാമത്തിൽ എല്ലാ കയറുകളെയും Hallelujah.
hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. നന്ദി Hallelujah, 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 hallelujah. Aradhana, hallelujah.